Good morning, students. So, continuing with our class on instrumental methods of analysis. Last class we have seen about different types of instrumental methods like dialectometric technique, then polarography and X-ray diffraction techniques. We have also seen about refractometry technique. Now, in this class, we'll deal with some microscopic methods. In class, microscopic techniques deal microscopic techniques SEM, TEM, STM, and AFM. That's deal in നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മണിക്കൂർ കൊണ്ട് ഈ മുഴുവൻ പോർഷൻസും ഒന്ന് ഷോർട്ട് ആയിട്ട് ഒന്ന് കവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽഡ് ഒന്നും പോകുന്നില്ല, കാരണം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. Okay, so I'll just touch upon these 4 different types of microscopic techniques. Right. So when you discussed about microscopic techniques, what you actually we have to start with the term microscope and microscopy. എന്താണ് മൈക്രോസ്കോപ്പ് അല്ല പിന്നെ എന്താണ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന മെത്തഡ്. അപ്പോൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് this is a device which magnifies objects or organisms that are too small to see with the naked eye. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത പല വസ്തുക്കളെയും ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അല്ലെ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാഗ്നിഫൈ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്കോപ്പി എന്ന് വിളിക്കുന്നത്. മൈക്രോസ്കോപ്പി ഇസ് ദ ടെക്നിക്കൽ ഫീൽഡ്, ആ ഫീൽഡാണ്. ഇറ്റ്സ് എ ടെക്നിക്കൽ ഫീൽഡ് ഓഫ് യൂസിങ് മൈക്രോസ്കോപ്സ് ടു വ്യൂ സാമ്പിൾസ് ആൻഡ് ഒബ്ജക്ട്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ അൺഎയ്ഡഡ് ഐ. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഫീൽഡിനെ, ആ ടെക്നിക്കൽ ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന ഇതാണ് മൈക്രോസ്കോപ്പി എന്ന് നമ്മൾ വിളിക്കുന്നത്. And microscope is used in a variety of scientific fields for many different purposes. പല ഫീൽഡിലും പല സയന്റിഫിക് ഫീൽഡ്, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മെഡിസിനൽ ഫീൽഡോ അങ്ങനെ പല ടൈപ്പ് ഫീൽഡിലും നമ്മൾ മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ടിഷ്യൂ അനാലിസിസ്. ടിഷ്യൂ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോസ്കോപ്പി, ടിഷ്യൂ അനലൈസ് ചെയ്യാൻ വേണ്ടി. ബ്ലഡ് സാമ്പിൾസ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൈക്രോസ്കോപ്പി മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എക്സാമിനിങ് ഫോറൻസിക് എവിഡൻസസ്, ക്രൈം സീനില് ഫോറൻസിക് എവിഡൻസിന് വേണ്ടി ഫിംഗർ പ്രിന്റും അതേപോലെ അല്ല പല ഇതിന്റെ എക്സാമിനേഷനും നമ്മൾ ഫോറൻസിക് എവിഡൻസിനും നമ്മൾ മൈക്രോസ്കോപ്പിക് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഹെൽത്ത് ഓഫ് എൻ ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഹെൽത്ത് നമുക്ക് ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി എടുത്തിട്ട് അതിന്റെ അനാലിസിസ് നമ്മൾ ചെയ്ത് മൈക്രോസ്കോപ്പിക് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ബാക്ടീരിയ വൈറസിന്റെ ഒക്കെ പ്രസൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് ആ ഇക്കോസിസ്റ്റം എത്ര ഹെൽത്തി ആണ് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ സ്റ്റഡിങ് ദ റോൾ ഓഫ് പ്രോട്ടീൻ വിത്തിൻ എ സെൽ. ഒരു സെല്ലിലുള്ള പ്രോട്ടീൻ്റെ റോള്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. സ്റ്റഡിങ് ആറ്റമിക് സ്ട്രക്ചേഴ്സ്, നാനോ സ്കെയിൽ, ഇതിന്റെ നാനോ സ്കെയിൽ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നാനോ പാർട്ടിക്കിൾസ് ലൈക്ക് ഗ്രാഫീൻ, കാർബൺ നാനോ റോഡ്സ്, അതേപോലുള്ള ഇതിന്റെ അല്ലെ ഈവൻ സ്മോളർ ബിയോണ്ട് ദാറ്റ് ആറ്റംസിന്റെ സ്ട്രക്ചർ, മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ ഒക്കെ നമുക്ക് വേണമെങ്കിൽ മൈക്രോസ്കോപ്പിക് ടെക്നിക് വഴി നമുക്ക് അറിയാൻ പറ്റും. എനിവേ ദാറ്റ് റിക്വയർസ് അഡ്വാൻസ്ഡ് മൈക്രോസ്കോപ്പിക് ടെക്നിക്. സാധാരണ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ പോരാ, അതിനൊക്കെ അഡ്വാൻസ്ഡ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കേണ്ടി വരും. Then it can be used to view microorganisms, animal cells, etc. Microorganisms, algae, ബാക്ടീരിയ, അതുപോലെയുള്ള വൈറസ്, അതിനെയൊക്കെ നമുക്ക് വ്യൂ ചെയ്യാൻ നമുക്ക് മൈക്രോസ്കോപ്പ് ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആനിമൽ സെൽസിനെ കുറിച്ച് പഠിക്കാനും ഹ്യൂമൻ സെൽസിനെ കുറിച്ച് പഠിക്കാനും നമുക്ക് മൈക്രോസ്കോപ്പിക് ടെക്നിക്സ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ സർഫസ് ആൻഡ് മോർഫോളജിക്കൽ സ്റ്റഡീസ്, സർഫസിനെ കുറിച്ച് പഠിക്കാനും അബ്സോർപ്ഷൻ ടെക്നിക്സിലൊക്കെ സർഫസിനെ കുറിച്ച് പഠിക്കാനും മോർഫോളജിയെ കുറിച്ച് പഠിക്കാനും ഒക്കെ നമുക്ക് ഈ മൈക്രോസ്കോപ്പിക് ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് മൈക്രോസ്കോപ്പിക് മെത്തേഡ്സിന്റെ ജനറൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷൻ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ റെസൊല്യൂഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് അറ്റ് വിച്ച് 2 ഒബ്ജക്ട്സ് ക്യാൻ ബി സക്സസ്ഫുള്ളി ഡിസ്റ്റിംഗ്വിഷ്. അതായത് 2 പോയിന്റ്സിനെ വേർതിരിച്ചറിയാൻ വേണ്ടി ആ 2 പോയിന്റ് തമ്മിലുള്ള റിക്വയർ വേണ്ട മിനിമം ഡിസ്റ്റൻസിനെയാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ 2 പോയിന്റ്സ്, ഈ ഡി എന്ന് പറയുന്നത് ഇപ്പൊ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണെങ്കിൽ ഡി ആണെല്ലാം ആണെങ്കിൽ ആ പർട്ടിക്കുലർ മൈക്രോസ്കോപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ 2 പോയിന്റ്സ് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും.
ഇനി ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിയിൽ താഴെയാണെങ്കിൽ then you can not distinguish between the 2 points. നമുക്ക് ആ രണ്ട് പോയിന്റ്സ് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. നമുക്ക് അത് ഒരൊറ്റ പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെയാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് പോയിന്റ്സിനെ വേർതിരിച്ചറിയണമെങ്കിൽ ആ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, മിനിമം റിക്വയർഡ് ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, അതാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഡി എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് ഓരോ മൈക്രോസ്കോപ്പിന് ഡിഫറെന്റ് ആയിരിക്കും. ചില മൈക്രോസ്കോപ്പിന് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അപ്പൊ ഈ രണ്ട് പോയിന്റ്സിനെ നമുക്ക് വേർതിരിച്ചറിയണമെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള മിനിമം റിക്വയർഡ് ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, അതാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഡി എന്ന ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2n സൈൻ തീറ്റ. ഈ ലാംഡ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ്. വിസിബിൾ ലൈറ്റ് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് ആണെങ്കിൽ അത് ലൈറ്റിന്റെ വേവ് ലെങ്ത്, അതായത് വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് ആയിരിക്കും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് ആയിരിക്കും. അതൊക്കെ സൈൻ തീറ്റ. ഇപ്പൊ ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഇനി n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ബിറ്റ്വീൻ ദി ഓബ്ജക്ട് ആൻഡ് ദി ലെൻസ്. നമ്മുടെ ഓബ്ജക്ട്, അതായത് നമ്മുടെ സാമ്പിളും ലെൻസിനും ഇടയിലുള്ള ആ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n എന്ന് പറയുന്നത്. രണ്ട് സാമ്പിളിന്റെയും ലെൻസിന്റെ ഇടയിലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്ന എയർ ആണെങ്കിൽ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, അത് 1 എന്നാണ്. ഇനി വാട്ടർ ആണ് ഇവർ തമ്മിലുള്ള ഇടയിലുള്ള മെറ്റീരിയൽ എങ്കിൽ n will be the refractive index of water. ഓക്കെ, അപ്പൊ എന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ രണ്ട് നമ്മുടെ സാമ്പിളിന്റെയും ലെൻസിന്റെ ഇടയിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. മെറ്റീരിയൽ ഒന്നും ഇല്ലെങ്കിൽ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. സൈൻ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻകമിംഗ് ലൈറ്റ്. ഇൻകമിംഗ് ലൈറ്റിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഈ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഡി എന്ന് പറയുന്നത്, ലാംഡ ബൈ 2n സൈൻ തീറ്റ എന്ന് പറയുന്നത്. So the limit of resolution is the smallest distance at which two objects can be successfully distinguished. ഇനി റിസോൾവിംഗ് പവർ, റെസൊല്യൂഷൻ, അതാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ അല്ലെങ്കിൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഓഫ് എൻ ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് മെഷർഡ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടു ലൈൻസ് ഓർ പോയിന്റ്സ് ഇൻ ആൻ ഒബ്ജക്ട്. അതായത് ഒരു ഒബ്ജക്റ്റിലുള്ള രണ്ട് പോയിന്റ്സിനെ അല്ലെങ്കിൽ രണ്ട് ലൈൻസിനെ ഡിഫറൻഷിയേറ്റ്, അതായത് വേർതിരിച്ചറിയാൻ ഉള്ള ആ മൈക്രോസ്കോപ്പിന്റെ എബിലിറ്റിയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. റിസോൾവിംഗ് പവർ ഇത്രയേ ഉള്ളൂ. നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്താ നമ്മൾ കണ്ടു. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന്റെ റെസിപ്രോക്കൽ ആണ് റിസോൾവിംഗ് പവർ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഡി ആണെങ്കിൽ ഇത് 1/d ആയിരിക്കും. അപ്പൊ ഡി എന്താണ്, ലാംഡ ബൈ 2n സൈൻ തീറ്റ ആണ്. അപ്പൊ റിസോൾവിംഗ് പവർ എന്തായിരിക്കും, അതിന്റെ റെസിപ്രോക്കൽ. അപ്പൊ 2n സൈൻ തീറ്റ ബൈ ലാംഡ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ റിസോൾവിംഗ് പവർ കൂടും. ലെസ്സർ ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഗ്രേറ്റർ വിൽ ബി ദ റിസോൾവിംഗ് പവർ. അതായത് ഈ രണ്ട് പോയിന്റ്സിനെ വേർതിരിച്ചറിയാൻ വേണ്ടി ഇവർ തമ്മിലുള്ള മിനിമം റിക്വയർഡ് ഡിസ്റ്റൻസ് കുറയും തോറും ഈ നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ കൂടും. അപ്പൊ അതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ രണ്ട് മെറ്റീരിയലിന്റെ ഇടയിൽ എന്ന് പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണല്ലോ, നമ്മുടെ ലെൻസിന്റെയും മെറ്റീരിയലിന്റെയും ഇടയിലുള്ള ഒബ്ജക്റ്റിന്റെയും അല്ലെങ്കിൽ സാമ്പിളിന്റെയും ലെൻസിന്റെ ഇടയിലുള്ള മെറ്റീരിയൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n എന്ന് പറയുന്നത്. അപ്പൊ n കൂടിക്കഴിഞ്ഞാൽ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ റിസോൾവിംഗ് പവർ കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ സാമ്പിളിനൊക്കെ നമ്മൾ സ്റ്റെയിൻ ചിലപ്പോൾ നമ്മൾ ഓയിൽ ആഡ് ചെയ്യും. ചിലപ്പോൾ ഈ സാമ്പിള് മുകളിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ സാമ്പിളിന്റെ മുകളിൽ ചിലപ്പോൾ ഓയിൽ അതേപോലുള്ള വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സ് ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂട്ടും. അപ്പൊ അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂട്ടുമ്പോൾ യു കൻ ആക്ച്വലി ഇൻക്രീസ് ദ റിസോൾവിംഗ് പവർ ഓഫ് ദി മൈക്രോസ്കോപ്പ്. നമ്മൾ ചിലപ്പോൾ വെള്ളത്തിൽ കൂടിയൊക്കെ ഒരു ചില്ല് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗ്ലാസിന്റെ അപ്പുറത്തുള്ള മെറ്റീരിയലിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് എൻലാർജ് ചെയ്തതായിട്ട് നമുക്ക് തോന്നും. അത് എൻലാർജ് ആയിട്ട് തോന്നുന്ന അതിന്റെ റിസോൾവിംഗ് പവർ കൂടിയതുകൊണ്ടാണ്. റിസോൾവിംഗ് പവർ കൂടാൻ കാരണം വാട്ടർ അല്ലെങ്കിൽ ഗ്ലാസിന്റെ കൂടി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ വരും. അപ്പോൾ n കൂടും. അപ്പൊ അങ്ങനെ റിസോൾവിംഗ് പവർ കൂടും. അപ്പൊ ഒബ്ജക്റ്റ് കുറച്ചും കൂടി മാഗ്നിഫൈ ആവും. പിന്നെ തീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നത്, തീറ്റ എന്ന് പറയുന്നത് ഇൻകമിംഗ് ലൈറ്റിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അപ്പൊ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെൻസിനെയും ഒബ്ജക്റ്റിനെയും വളരെ ക്ലോസ് ആക്കി വെക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ തീറ്റ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ നേരെ മറിച്ച് ലെൻസും ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറയും. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടാൻ വേണ്ടി ജനറലി ചെയ്യുന്ന എങ്ങനെയാണ്, സാമ്പിളും ലെൻസും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ കുറച്ചാൽ മതി. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടും. അങ്ങനെ
പിന്നെ വേവ് ലെങ്ത്, അതാണ് ഒരു കാര്യം. അതായത് ഈ വേവ് ലെങ്ത് നമ്മൾ ആ മൈക്രോസ്കോപ്പ് ഏത് ലൈറ്റിൽ ആണ് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, ഏത് ലൈറ്റ് ആണ് അത് ഉപയോഗിക്കുന്നത്, ആ വേവ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ വേവ് ലെങ്ത് കുറയും തോറും റിസോൾവിംഗ് പവർ കൂടും, അതാണ് ഒരു ഫിനോമിനൻ. അപ്പോ when you decrease the wavelength, actually increases the resolving power of the microscope. അതാണ് കാര്യം. അപ്പൊ ഗ്രേറ്റർ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ ഗ്രേറ്റർ ദ റിസോൾവിംഗ് പവർ, സ്മോളർ ഇസ് ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഡി ആണ്. അപ്പൊ റിസോൾവിംഗ് പവർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറയണം, അതാണ് ഇവിടെ കാര്യം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് പോയിന്റ്സ് ആണ് നോക്കി. ഇപ്പൊ സാധാരണ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് ഒറ്റ പോയിന്റ് ആയിട്ട് കാണുന്നെങ്കിൽ നമ്മൾ പറയും ആ പോയിന്റ് റിസോൾവ്ഡ് അല്ല. ഇപ്പൊ അത് കണ്ടോ, മറ്റൊരു മൈക്രോസ്കോപ്പ് റെസൊല്യൂഷൻ കൂടിയ ഒരു മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സീ ദ പോയിന്റ്സ്. പക്ഷെ എപ്പോഴും ആ രണ്ട് പോയിന്റ് സെപ്പറേറ്റ് ആയിട്ടില്ല, എപ്പോഴും അത് രണ്ട് പോയിന്റ് ആയിട്ടാണെങ്കിലും പക്ഷെ ആക്ച്വലി കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അപ്പൊ ജസ്റ്റ് റിസോൾവ്ഡ് ആയിട്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ ഈ വേറെ മൈക്രോസ്കോപ്പ് റെസൊല്യൂഷൻ വീണ്ടും കൂട്ടിയ ഒരു മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സീ ടു ഡിഫറെന്റ് പോയിന്റ്സ് ഹിയർ. സോ യു ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ വെൽ റിസോൾവ്ഡ്. ഇത് റെസൊല്യൂഷൻ കുറഞ്ഞ മൈക്രോസ്കോപ്പ്, ഇത് അത്രയും കുറച്ചും കൂടി റെസൊല്യൂഷൻ പവർ കൂടിയ മൈക്രോസ്കോപ്പ്, ഇത് നല്ല റെസൊല്യൂഷൻ പവർ കൂടിയ മൈക്രോസ്കോപ്പ്. ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ ആ രണ്ട് പോയിന്റ്സ് നമുക്ക് വേർതിരിച്ച് അറിയാൻ വേണ്ടി. അപ്പൊ രണ്ട് പോയിന്റ്സ് നമുക്ക് വേർതിരിച്ചറിയണം. അപ്പൊ ആ വേർതിരിച്ചറിയാനുള്ള മൈക്രോസ്കോപ്പിന്റെ ടെൻഡൻസിയാണ് നമ്മൾ അതിന്റെ റിസോൾവിംഗ് പവർ അല്ലെങ്കിൽ റെസൊല്യൂഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് സാധാരണ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ആണ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ലൈറ്റ് ആണ് ഇത് നമ്മൾ ഇവിടെ ഇതിൽ ഉപയോഗിക്കുന്നത്. വിസിബിൾ ലൈറ്റ് ആണ് നമ്മൾ ഒബ്ജക്ട്സിനെ സാമ്പിളിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് സാധാരണ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമുക്കറിയാം, ഇതിനൊരു ഐ പീസ് ഉണ്ടാവും, പിന്നെ ഒരു ഹെഡ്, ഒബ്ജക്റ്റീവ് ലെൻസ്, ഇതിൽ കൂടിയാണ് നമ്മൾ സാമ്പിൾ ഒബ്സർവ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ കൂടി ഇവിടെയാണ് നമ്മൾ ഇവിടെ കൂടിയാണ് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സാമ്പിൾ ഇതിന്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷനും ഐ പീസിന്റെ മാഗ്നിഫിക്കേഷന്റെയും ഈ രണ്ട് ലെൻസിന്റെയും കൂടി പ്രോഡക്റ്റ് ആണ്. മാഗ്നിഫിക്കേഷന്റെ പ്രോഡക്റ്റ് ആയിരിക്കും അതിന്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ, മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ മാഗ്നിഫിക്കേഷൻ 10 ഇതിന്റെ മാഗ്നിഫിക്കേഷൻ 20 ആണെങ്കിൽ നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 10x20 ടൈംസ് ആയിരിക്കും ആ സാമ്പിളിനെ മാഗ്നിഫൈ ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കും അതിന്റെ മാഗ്നിഫിക്കേഷൻ. അപ്പൊ ഇത് ഈ ലെൻസിന്റെ ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പൊ ഇതാണ് സാമ്പിളിന്റെ അടുത്ത് നമ്മൾ വയ്ക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒബ്ജക്റ്റീവ് ലെൻസ്, ഇത് നമ്മുടെ ഐ പീസ് എന്ന് പറയുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫൈൻ അഡ്ജസ്റ്റ്മെന്റിനൊക്കെ ഉള്ള ഇതാണ്, സ്ക്രൂ ആണ്. നമ്മുടെ സാമ്പിൾ ഇവിടെ ആയിരിക്കും നമ്മൾ വയ്ക്കുന്നത്. പിന്നെ ഇതിന് ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, അത് താഴെ നിന്ന് ലൈറ്റ് വരുന്നത് ലൈറ്റ് സോഴ്സ്, അത് ലൈറ്റ് സോഴ്സിന്റെ സ്വിച്ച് ആണിത്. ലൈറ്റ് സോഴ്സിലേക്ക് തന്നെ സാമ്പിൾ ഇലിമിനേറ്റ് ചെയ്യും. ലൈറ്റ് സോഴ്സിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടൻസർ ലെൻസ് വെക്കുന്നുണ്ട്. അത് പിന്നെ ഇതിൽ കൂടി പോയി സാമ്പിളിൽ കൂടി അത് പാസ് ചെയ്ത് ചുറ്റി ലെൻസിൽ വീണ് പിന്നെ അത് മാഗ്നിഫൈ ചെയ്ത് നമുക്ക് ഈ പീസ് കൂടി നമ്മൾ ഒബ്സർവ് ചെയ്തു. ഇതാണ് സാധാരണ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, സാധാരണ മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ടൈപ്പ് മൈക്രോസ്കോപ്പ് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ അനറ്റോമി എന്ന് പറയുന്ന ഏകദേശം എല്ലാത്തിലും ഈ ഒരു ഇതൊക്കെ ഉണ്ട്, പാർട്സ് ഒക്കെയാണ് അതിലെല്ലാത്തിലുള്ള. നമ്മുടെ ഐ പീസ് ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ലെൻസ്, സാമ്പിൾ വെക്കാൻ സാമ്പിൾ ഹെഡ്, കണ്ടൻസർ ലെൻസ്, പിന്നെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്, അങ്ങനെ പല ഇതൊക്കെ ബാക്കി ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം പാർട്സ് ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ വർക്കിംഗ് ആയിരിക്കും വ്യത്യാസം ഉള്ളു. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിക് മെത്തേഡ്സ് എന്തൊക്കെ പല ടൈപ്പ് മൈക്രോസ്കോപ്പിക് മെത്തേഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി ഉണ്ട്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ഉണ്ട്, കോൺഫോക്കൽ മൈക്രോസ്കോപ്പി ഉണ്ട്, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി ഉണ്ട്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉണ്ട്, അതിന്റെ ചുരുക്കപ്പേരാണ് ടെം എന്ന് പറയുന്നത്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉണ്ട്, അല്ലെങ്കിൽ സെം എന്ന് പറയുന്നത്. ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ഉണ്ട്, അതിന്റെ മറ്റൊരു പേര് ചുരുക്കപ്പേരാണ്, ഷോർട്ട് ഫോം ആണ് AFM എന്ന് പറയുന്നത്. സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി ഉണ്ട്, STM എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പല ടൈപ്പ് മൈക്രോസ്കോപ്പി ടെക്നിക്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ 4 എണ്ണത്തിലായിരിക്കും. ടെം, സെം, AFM ആൻഡ് STM ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന, അപ്പൊ നമ്മുടെ കണ്ണിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഏകദേശം 100 മൈക്രോമീറ്റർ ആണ്. അപ്പൊ 100 മൈക്രോമീറ്റർ തിക്നെസ് ഒക്കെ ഉള്ള പാർട്ടിക്കിൾ
ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അതിലും ചെറിയ തിക്നെസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും വളരെ ചെറിയൊരു വസ്തു എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ thickness ആയിരിക്കും. thickness of the human hair will come in the range of around 100 micrometer. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിലും ചെറുത് നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ മേക്ക് യൂസ് ഓഫ് ലൈറ്റ് മൈക്രോസ്കോപ്പ്. ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രിൻസിപ്പൾ ആയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ ലിമിറ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 100 നാനോമീറ്റർ അതിന് വരെയുള്ള സൈസുള്ള ഒബ്ജക്ട്സ് നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ് വഴി നമുക്ക് കാണാൻ പറ്റും. 100 നാനോമീറ്റർ വരെയുള്ള സൈസ്, അതായത് ഹ്യൂമൻ എയർ അതിൽ നമുക്ക് കാണാൻ പറ്റും. റെഡ് ബ്ലഡ് സെൽസ് നമുക്ക് ഇതിൽ കൂടി ഒബ്സർവ് ചെയ്യാൻ പറ്റും. ബാക്ടീരിയ അതൊക്കെ ആ റേഞ്ചിൽ വരുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ് വഴി കാണാൻ പറ്റും. ഇനി 100 നാനോമീറ്റർ താഴെയുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ലൈറ്റ് മൈക്രോസ്കോപ്പ് വഴി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് അതിന്റെ റെസൊല്യൂഷൻ ലിമിറ്റ് അത് ക്രോസ് ചെയ്യും. പിന്നെ അതിലും ചെറിയ വസ്തുക്കളെ നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ യൂസ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. കാരണം അവിടെ നമ്മൾ ലൈറ്റ് അല്ല അവിടെ ഉപയോഗിക്കുന്നത്, ഇവിടെ ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതിനെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ലൈറ്റ് മൈക്രോസ്കോപ്പില് ലിമിറ്റ് എന്ന് പറയുന്ന സൈസ് ലിമിറ്റ് 100 നാനോമീറ്റർ ആണെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ലിമിറ്റ് 0.1 നാനോമീറ്റർ ആണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് ഒരു വൈറസിനെ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വൈറസ് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി നമുക്ക് വൈറസിനെ കാണാൻ പറ്റും. DNA മോളിക്യൂൾസ്, ഗ്ലൂക്കോസ് മോളിക്യൂൾ ആൻഡ് ഈവൻ ആറ്റംസ് വരെ നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ആറ്റംസ് എന്ന് പറയുമ്പോൾ അതിന്റെ വേർതിരിച്ച് ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ അങ്ങനെ അത് കാണാൻ പറ്റില്ല, പക്ഷെ യു ക്യാൻ ആക്ച്വലി ഒബ്സർവ് ആൻ ആറ്റം. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഓരോ ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാമ്പിൾസിന്റെ സൈസ്. റൈറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞു പല ടൈപ്പ് മൈക്രോസ്കോപ്പി ഉണ്ട്. അപ്പൊ ജനറലി നമ്മൾ മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ട് 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. മൈക്രോസ്കോപ്പി ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3. ഒന്ന് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. മൂന്നാമത്തത് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി. ഇതാണ് മൈക്രോസ്കോപ്പിയുടെ 3 പ്രധാനപ്പെട്ട ടൈപ്പ്. ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പി എന്ന് പറയും, രണ്ടാമത്തത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, മൂന്നാമത്തത് SPM അല്ലെങ്കിൽ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി. ഇനി ഓരോന്നിന്റെയും വേറെ സബ് ക്ലാസ് ഉണ്ട്. ഒപ്റ്റിക്കൽ ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ വരുന്ന സബ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം 5 എണ്ണം ഉണ്ടാവും. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി ഉണ്ട്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ഉണ്ട്, കോൺഫോക്കൽ മൈക്രോസ്കോപ്പി ഉണ്ട്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി ഉണ്ട്, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി ഉണ്ട്. അപ്പൊ അതെല്ലാം ആ ടൈപ്പ് മൈക്രോസ്കോപ്പി എല്ലാം ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിയിൽ അതായത് ലൈറ്റ് ആണ് അവിടെ നമ്മൾ ഈ സാമ്പിൾ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതെല്ലാം ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ വരുന്ന ഫീൽഡാണ്. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രധാനമായിട്ട് 2 എണ്ണമാണ് വരുന്നത്. അതിലൊരെണ്ണം ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അതായത് STEM എന്ന് പറയുന്നതും രണ്ടാമത്തത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ SEM എന്ന് വിളിക്കുന്നത്. ഇനി സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പ്രധാനപ്പെട്ട 2 ഇതാണ് സബ് ക്ലാസ് ആണുള്ളത്. ഒന്ന് ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി, അതായത് AFM-ഉം രണ്ടാമത്തത് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി STM എന്ന് വിളിക്കുന്നു. ഇവിടെ നമ്മൾ ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിയിൽ ലൈറ്റ് ആണ് നമ്മൾ സാമ്പിൾ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നമ്മൾ ലൈറ്റ് അല്ല ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ലൈറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത് ലൈറ്റിനേക്കാളും കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഈ ഒരു റിസോൾവിംഗ് പവർ നമ്മൾ പറഞ്ഞു ഈ അതിൽ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് കുറയും തോറും റിസോൾവിംഗ് പവർ കൂടും. അപ്പോൾ വിസിബിൾ ലൈറ്റിനേക്കാളും കുറവാണ് ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത്. അപ്പൊ വേവ് ലെങ്ത് കുറയും തോറും റിസോൾവിംഗ് പവർ കൂടും. അതുകൊണ്ടാണ് ലൈറ്റിനേക്കാളും ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാമ്പിളിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ലൈറ്റ് വിസിബിൾ ലൈറ്റ് കാണാൻ പറ്റാത്ത പല മെറ്റീരിയൽസ് നമുക്ക് ഇലക്ട്രോൺസ് വെച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ അഥവാ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി സാധാരണ ഈ ടൈപ്പ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിക്കാളും റെസൊല്യൂഷൻ പവർ കൂടുതലാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി ഒരു ഡിഫറെന്റ് ടെക്നിക്കാണ്. അവിടെ നമ്മൾ ലൈറ്റോ ഇലക്ട്രോൺസോ അല്ല ഉപയോഗിക്കുന്ന ഒരു പ്രോബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാമ്പിളിനെ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്.
പ്രോബ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ടിപ്പാണ്. മെറ്റാലിക് ടിപ്പ് ഞാൻ പറയുമ്പോൾ നമുക്ക് പറയാം, ഡീറ്റെയിൽ പറയാം. പ്രോബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഇതില് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പില് AFM STM ആണ്. അപ്പൊ ഇതൊക്കെയാണ് പല ടൈപ്പ് മൈക്രോസ്കോപ്പിക് ടെക്നിക്സ്, അതിന്റെ സബ് ക്ലാസ്. ഇനി നമ്മൾ ഇതിന്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കുറിച്ച് പറയും. ഞാൻ പറഞ്ഞു ഇതില് രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ട, സെമ്മും ടെമ്മും. അപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് EM എന്ന് നമുക്ക് പറയാം, ദ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ഓഫ് സയൻസ് ദാറ്റ് എംപ്ലോയ്സ് ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആസ് എ ടൂൾ. അപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ്, സയൻസിന്റെ ഫീൽഡാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. And which uses a beam of electrons to form an image of a specimen. ഇവിടെ നമ്മൾ ആ സ്പെസിമെന്റെ ഇമേജ് നമ്മൾ കാണാൻ വേണ്ടി, ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇലക്ട്രോൺ ബീം നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. Then electron microscope is operated in the vacuum and focuses. അപ്പൊ ഇത് ഓർക്കേണ്ട കാര്യം, ഇത് വാക്വം റീജിയനിലാണ്. വാക്വം ആണ് ഇവിടെ നമ്മൾ, വാക്വം ഇതിന് ആവശ്യമാണ്. കാരണം എയർ ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസ് സ്കാറ്റേർഡ് ആയി പോകും. അതുകൊണ്ട് you have to apply vacuum. സെമ്മിലാണെങ്കിലും ടെമ്മിലാണെങ്കിലും you have to apply vacuum and focuses the electron beam and magnifies the image with the help of an electromagnetic lens. അപ്പോൾ നമ്മൾ വാക്വത്തിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ് അകത്ത് വാക്വമാണ്, ഇൻസ്ട്രുമെന്റ് അകത്ത് വാക്വം ആയിരിക്കും. അപ്പോൾ സാമ്പിള് നമ്മുടെ ഇലക്ട്രോൺസിനെ നമ്മുടെ സാമ്പിളിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫോക്കസ് ചെയ്ത ഇലക്ട്രോൺസിനെ അത് സെക്കൻഡറി ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസോ ഉപയോഗിച്ചുകൊണ്ട് സാമ്പിൾ ഇമേജ് നമ്മൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഇത് ബേസിക്കലി ഇത് വർക്കിംഗ്, സെം ആണെങ്കിലും ടെം ആണെങ്കിലും. ആൻഡ് ഇൻക്രീസ് ഇൻ ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് റിസൾട്ട്സ് ഇൻ എ ഷോർട്ടർ വേവ് ലെങ്ത്. അപ്പൊ ഇലക്ട്രോൺസിന് വെലോസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത് കുറയ്ക്കാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് വേവ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, ഇലക്ട്രോണിന്റെ വെലോസിറ്റി കൂട്ടിയാൽ മതി. ഡി ബ്രോഗ്ലെ വേവ് ലെങ്ത് നമുക്കറിയാലോ, ലാംഡ ഈസ് ഈക്വൽ ടു h/mv. അപ്പൊ v ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പൊ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ വേവ് ലെങ്ത് കുറയും. അപ്പൊ അതാണ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഷോർട്ടർ വേവ് ലെങ്ത്. അപ്പൊ ഇലക്ട്രോൺസിന്റെ പവർ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെലോസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത് കുറയ്ക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ ചെറിയ സാമ്പിൾസിനെ വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രോൺസ് വെലോസിറ്റി കൂട്ടിയാൽ മതി. അപ്പൊ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി നമുക്ക് ഇതിന്റെ പവർ, ഇൻസ്ട്രുമെന്റ് പവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് റിസോൾവിംഗ് പവർ കൂട്ടാനും നമുക്ക് ഇവിടെ പറ്റും. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന സെമ്മിനെ കുറിച്ചാണ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ് നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ സെമ്മില് ഇറ്റ്സ് ആക്ച്വലി യൂസസ് എ ഫോക്കസ്ഡ് ബീം ഓഫ് ഹൈ എനർജി ഇലക്ട്രോൺസ് ടു ജനറേറ്റ് എ വെറൈറ്റി ഓഫ് സിഗ്നൽസ് അറ്റ് ദി സർഫസ് ഓഫ് സോളിഡ് സ്പെസിമെൻ. ഇവിടെ സെമ്മില് നമ്മളൊരു ഇലക്ട്രോൺസ്, ഹൈ എനർജി ഇലക്ട്രോൺസിന്റെ ഒരു ബീം, ഫോക്കസ് ചെയ്ത ബീം നമ്മുടെ സാമ്പിളിലോട്ട് നമ്മൾ അടിക്കുന്നു. ആൻഡ് ഫ്രം ദിസ് ഇറ്റ് വിൽ ജനറേറ്റ് എ വെറൈറ്റി ഓഫ് സിഗ്നൽസ്. അപ്പൊ അതിൽ നിന്ന് പല സിഗ്നൽസ് നമുക്ക് കിട്ടും. അതായത് ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസ്, ഹൈ എനർജി ഇലക്ട്രോൺസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് സാമ്പിളിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ ഈ ഇലക്ട്രോൺസ് സാമ്പിൾ വന്ന് വീഴുമ്പോൾ സാമ്പിളിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യും. അപ്പൊ സാമ്പിളിൽ നിന്ന് ഈ ഫോക്കസ്ഡ് ബീം ഇലക്ട്രോൺസ് സാമ്പിൾ വീഴുമ്പോൾ സാമ്പിളിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. അതിനെയാണ് സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ നേരെ മറിച്ച് എനർജി അത്രയും കൂടിയ ഇലക്ട്രോൺസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ സാമ്പിളിനെ പെനിട്രേറ്റ് ചെയ്യും. അപ്പൊ അത് പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ്. അതായത് സാമ്പിളിനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസ് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് എന്ന് പറയും. ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് നമ്മൾ സെമ്മിൽ ഒബ്സർവ് ചെയ്യില്ല, ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് ഇല്ല. നമ്മൾ ഇവിടെ സാമ്പിൾ ഒബ്സർവ് ചെയ്യുന്നത് സെക്കൻഡറി ഇലക്ട്രോൺസ് വെച്ചാണ്. അതായത് ഈ ഫോക്കസ്ഡ് ബീം ഹൈ എനർജി ഇലക്ട്രോൺസ് സാമ്പിൾ വീഴുന്നു. ആ ഇലക്ട്രോൺസ് എനർജി കാരണം വന്ന് വീഴുമ്പോൾ സാമ്പിളിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. അതാണ് സെക്കൻഡറി ഇലക്ട്രോൺസ്. ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഇവിടെ ഇമേജ് ഫോം ചെയ്യാൻ സെമ്മിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സെക്കൻഡറി ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സെമ്മിൽ ഒരു ഇമേജ് കിട്ടുന്നത്. ടെമ്മിൽ അത് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് ആണ് ഉപയോഗിക്കുന്നത് ഇമേജ് ഫോം ചെയ്യാൻ. സെമ്മിൽ അത് സെക്കൻഡറി ഇലക്ട്രോൺസ്. അതാണ് സെമ്മും ടെമ്മും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. പിന്നെ അത് മാത്രമല്ല, വേറെ പല സിഗ്നൽസും ഇലക്ട്രോൺസ് വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് എക്സ്റേ എമിറ്റ് ചെയ്യും. അതായത് ഇലക്ട്രോൺസ് ഇജക്ട് ആവും. ഞാൻ പറഞ്ഞത് സാമ്പിൾ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. അപ്പൊ ചിലപ്പോൾ ഇന്നർ ഇലക്ട്രോൺസ് ആയിരിക്കും ചിലപ്പോൾ ഇജക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നർ ഇലക്ട്രോൺ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇന്നർ ഓർബിറ്റിലോട്ട് ജമ്പ് ചെയ്യും. അപ്പൊ അത് ജമ്പ് ചെയ്യുന്ന പ്രോസസ്സിൽ ആ സാമ്പിൾ എക്സ്റേ എമിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ എക്സ്റേസ് അത് എമിറ്റ് ചെയ്യും. അങ്ങനെ പല ടൈപ്പ് ഇന്ററാക്ഷൻ സിഗ്നൽസ് നമ്മുടെ സാമ്പിൾ
അല്ലെങ്കിൽ സ്പെസിമെൻ ഇജക്ട് ചെയ്യും. The signals that derive from the electron sample interaction, അതുവഴി ആ ഇലക്ട്രോൺ സാമ്പിൾ ഇന്ററാക്ഷൻ വഴി ഉണ്ടാകുന്ന സിഗ്നൽസിനെ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിവീൽ ഇൻഫർമേഷൻ അബൌട്ട് ദി സാമ്പിൾ. സാമ്പിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. സെമ്മില് ഏരിയാസ് റേഞ്ച് ഫ്രം അപ്രോക്സിമേറ്റ്ലി 1 സെന്റിമീറ്റർ ടു 5 മൈക്രോൺസ്, 5 സെന്റിമീറ്റർ മുതൽ 5 മൈക്രോൺ ഏരിയ വരെ അറ്റ് എ ടൈം നമുക്ക് സെമ്മില് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അതാണ് സെമ്മിന്റെ പ്രത്യേകത. Secondary electrons are most valuable for showing morphology and topography on samples. ഞാൻ പറഞ്ഞ പോലെ സെമ്മില് സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. It is most valuable for showing morphology and topography of the sample. Morphology എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസ് സ്ട്രക്ചർ, ടോപ്പോഗ്രാഫി, അതുപോലെ ടോപ്പോഗ്രഫി. And backscattered electrons are most valuable for illustrating contour. Backscattered എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇലക്ട്രോൺസ് ചിലപ്പോൾ സാമ്പിൾ തട്ടി ഇലക്ട്രോൺസ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് കൊല്യൂഷൻ സബ്ജക്ട് ചെയ്യും. ആ ഇലക്ട്രോൺസ് ആണ് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്, സ്കാറ്റർ ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസ്. സ്കാറ്റർ അതിനെ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് എന്ന് പറയും. ഫോർ വാല്യുബിൾ ഇൻഫർമേഷൻ ഫോർ ഇലസ്ട്രേറ്റിംഗ് കോൺട്രാസ്റ്റ്. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഡിറ്റക്ടർ ഉണ്ട്. നമ്മുടെ സാമ്പിൾ ഇവിടെ താഴെയാണ് വെക്കുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺസ് നമ്മുടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീം നമ്മുടെ സാമ്പിളിൽ വന്ന് വീഴുന്നു. ഇതാണ് നമ്മുടെ സാമ്പിൾ വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് സെക്കൻഡറി ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാം. ഈ സെക്കൻഡറി ഇലക്ട്രോൺ അതിന് ഒരു ഡിറ്റക്ടർ ഉണ്ട്, അത് അതിനെ ഡിറ്റക്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ സാമ്പിളിനെ കുറിച്ചുള്ള മോർഫോളജി അല്ലെങ്കിൽ സ്ട്രക്ചർ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബാക്ക് സ്കാറ്റർ ഇലക്ട്രോൺസിനെ കുറിച്ച് പഠിക്കുന്ന ഡിറ്റക്ട് ചെയ്യുന്ന ഈ ബാക്ക് സ്കാറ്റർ ഡിറ്റക്ടർ ഉണ്ട്. പിന്നെ എക്സ്റേ ഡിറ്റക്ടർ ഉണ്ട്. ഇതിൽ നിന്ന് സാമ്പിളിൽ നിന്ന് എക്സ്റേ എമിറ്റ് ചെയ്യണമെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാനും എക്സ്റേ ഡിറ്റക്ടർ ഉണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ ക്രോസ് സെക്ഷണൽ വ്യൂ. നമ്മുടെ സെമ്മിൻ ഇൻസ്ട്രുമെന്റിൽ ക്രോസ് സെക്ഷണൽ വ്യൂ ഇങ്ങനെയായിരിക്കും. അതിന്റെ അകത്തുള്ള യൂണിറ്റ്സ് ഒക്കെ ഏകദേശം ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. സെമ്മി ഇൻസ്ട്രുമെന്റ് ഇങ്ങനെയായിരിക്കും. ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ ആയിരിക്കും നമ്മുടെ ഇലക്ട്രോൺ സോഴ്സ്, ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ അകത്തായിരിക്കും നമ്മുടെ കണ്ടൻസർ ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത് അതിന്റെ ഫോക്കസ് ചെയ്യാൻ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നമ്മുടെ സാമ്പിള് ബേസിലാണ്. ഇവിടെ ആയിരിക്കും നമ്മുടെ സാമ്പിളിനെ വയ്ക്കുന്നത്. സാമ്പിൾ ഹോൾഡർ ആണ് ഇത് മറ്റേ ഇവിടെ വാക്വം ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ നമ്മളൊരു ഇത് കൊടുക്കുന്നത്. ഇവിടെ വെച്ചിട്ട് വാക്വം ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീൻ നമ്മൾ സെൻസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇത്. വേണമെങ്കിൽ നമുക്ക് ഇത് പ്രിന്റ് എടുക്കാം, സേവ് ചെയ്യാം ഇമേജ്, അങ്ങനെയൊക്കെ പലതും ഇതിന്റെ കാര്യങ്ങൾ ഉണ്ട്. പിന്നെ സെമ്മില് നമ്മൾ സാമ്പിൾ വയ്ക്കുന്നത് സ്റ്റഡ് എന്ന് പറയുന്ന ഒരു മെറ്റൽ സിലിണ്ടർ പോലത്തെ ഇങ്ങനെ ആയിരിക്കും അത് ഇരിക്കുന്നത്. ഇത് സ്റ്റഡ് ബ്ലൂ അല്ല, ഇതാണ് ഈ മെറ്റൽ. ഇതിനെ സ്റ്റഡ് എന്ന് പറയും. സ്റ്റഡിലാണ് നമ്മൾ സാമ്പിളിനെ കോട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ സൊല്യൂഷൻ ഒക്കെ, സാമ്പിൾ സൊല്യൂഷൻ ഒക്കെ ആണെങ്കിൽ ഈ സ്റ്റഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ആദ്യം നന്നായിട്ട് അസിറ്റോൺ വെച്ചൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മുടെ സാമ്പിളിൽ ഒരു ഡ്രോപ്പറിൽ എടുത്തിട്ട് ഈ സ്റ്റഡിന്റെ പുറത്ത് നമ്മൾ വെക്കും. എന്നിട്ട് അതിങ്ങനെ ഒന്നെങ്കിൽ വാക്വം കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റഡിൽ നമ്മുടെ സൊല്യൂഷൻ വെക്കുക, സ്ലോലി അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഇവാപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാക്വം വെച്ച് ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം അപ്പൊ ഈ സോൾവെന്റ് പോകും. അതായത് ഈ സാമ്പിൾ പിന്നെ സ്റ്റഡിന്റെ പുറത്ത് നിന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റഡ് എടുത്തിട്ട് ഇവിടെ തൊടാൻ പാടില്ല. സാമ്പിൾ കോട്ട് ചെയ്ത ഭാഗം കൈ വെച്ചൊന്നും തൊടാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മെറ്റൽ ഈ സാമ്പിള് നമുക്ക് കണ്ടക്റ്റീവ് ആക്കണം. സെമ്മില് അങ്ങനത്തെ ഒരു സാമ്പിൾ ഷുഡ് ബി കണ്ടക്റ്റീവ്. സാമ്പിൾ കണ്ടക്ടിങ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഓർഗാനിക് സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ കണ്ടക്ടിങ് അല്ലല്ലോ. അപ്പൊ അതിനെ കണ്ടക്ടിങ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ സ്പട്ടറിങ്. സ്പട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് ഒരു മെറ്റാലിക് കോട്ടിങ് നമ്മൾ കൊടുക്കും. മെറ്റൽ കണ്ടക്ടിങ് ആക്കാൻ, അതിനെ ആ സാമ്പിളിനെ കണ്ടക്ടിങ് ആക്കാൻ വേണ്ടി ഇതിന്റെ പുറത്ത് ഒരു മെറ്റലിന്റെ കോട്ടിങ് കൊടുക്കും. സാധാരണ ചെയ്യുന്നത് ഗോൾഡ് കോട്ടിങ് ആണ്, ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ കോട്ടിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് സ്പട്ടറിങ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ പുറത്ത് ഗോൾഡ് വെച്ചൊരു ഫൈൻ കോട്ടിങ് നമ്മൾ കൊടുക്കും. അങ്ങനെ സാമ്പിളിനെ നമ്മൾ കണ്ടക്ടിങ് ആക്കും. എന്നിട്ട് ഈ സാമ്പിൾ ആണ് ഇതിന്റെ ഇത് ഇപ്പൊ സാമ്പിൾ കുറെ സാമ്പിൾസ് ഉണ്ടാവും. എന്നിട്ട് ഈ സാമ്പിൾ മുഴുവൻ ഈ ഗ്രിഡിൽ ഇങ്ങനെ വെച്ചിട്ട് അതാണ് അങ്ങനെ തന്നെ ഇതിലോട്ട് ഇൻജെക്ട്. ഇതിന്റെ അകത്ത് ആണ് ഈ സാമ്പിൾ ഹോൾഡർ. ഇതാണ് നമ്മുടെ സാമ്പിൾ ഹോൾഡർ. അപ്പോൾ ഓരോന്നിലും കുറെ അറ്റ് എ ടൈം കുറെ സാമ്പിൾസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓരോന്നിലും ഇങ്ങനെ നമ്മുടെ സാമ്പിളിങ് സ്റ്റഡ് ഇതില് ഇറക്കി വെക്കും. എന്നിട്ട് ബാക്കി ഇതിനെ വെച്ചിട്ട് അകത്തോട്ട് വാക്വം കൊടുത്ത് പിന്നെ നമ്മൾ
ഇതിന്റെ ഇമേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സെമ്മിൽ. അപ്പൊ സെമ്മില് സാമ്പിൾ ഉണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഒരു സൊല്യൂഷൻ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതിന്റെ പുറത്ത് ഡ്രോപ്പ് കാസ്റ്റ് ചെയ്താൽ മതി, ഡ്രോപ്പ് ഇട്ടാൽ മതി, ഡ്രൈ ആക്കുക, പിന്നെ സ്പട്ടറിങ് ചെയ്യാം, കോൾഡ് സ്പട്ടറിങ് ചെയ്യാം. അപ്പൊ സാമ്പിൾ ഡ്രൈ ആകാൻ വേണ്ടിയേ കുറച്ച് ടൈം എടുക്കുള്ളൂ. ഡ്രൈ ആകാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഓർഗാനിക് സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും വലിയ സെല്ലോ അല്ലെങ്കിൽ ആനിമൽ ടിഷ്യൂസോ അതൊക്കെ ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിൽ സാമ്പിൾസ് ആണെങ്കിൽ അത് നമ്മൾ ഇതേപോലെ ഡ്രോപ്പ് കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഡ്രൈ ആക്കിയിട്ട് സ്പട്ടറിങ് ആണ് ചെയ്തത്. വല്ല വേറെ വല്ല എന്താ പറയാ പ്ലാന്റിന്റെ ടിഷ്യൂസോ അത് ആനിമൽ ടിഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ഓൾറെഡി അത് ഡ്രൈ ആയിരിക്കുമല്ലോ, അത് ഇങ്ങനെ ഇതിന്റെ പുറത്ത് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു വെച്ചിട്ട് ഡബിൾ സൈഡ് ടൈപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ചു വെച്ചിട്ട് പിന്നെ അതിന്റെ പുറത്ത് സ്പട്ടറിങ് ചെയ്യും. സാമ്പിൾ കണ്ടക്ടിങ് ആയിരിക്കും. മെറ്റൽ സാമ്പിൾ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഈ സാധാരണ മറ്റേ ടൈപ്പ് ഓർഗാനിക് സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ ആനിമൽ ടിഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ പുറത്ത് സ്പട്ടറിങ് ചെയ്യേണ്ടി വരും. എന്നിട്ടാണ് പിന്നെ ബാക്കി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെം അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ചില സെം ഇമേജസ്. ഇത് ആക്ച്വലി മൈസെൽസിന്റെ ഇമേജ് ആണ്. മൈസെൽസ് സോപ്പ് മൈസെൽസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ആക്ച്വലി പോളിമർ മൈസെൽസ് ആണ്. പോളിമർ വെച്ച് ഉണ്ടാക്കിയ മൈസെൽസ്, ആംഫിലിക് മോളിക്യൂൾസ് വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ അഗ്രിഗേറ്റ് ചെയ്യും. അപ്പൊ അഗ്രിഗേറ്റ്സിന്റെ മോർഫോളജിയാണ്. അപ്പൊ ഇതേപോലെ സ്ഫെറിക്കൽ പല മോർഫോളജി നമുക്ക് കിട്ടാം മൈസെൽസിന്. ഇതൊരു സ്ഫെറിക്കൽ മൈസെൽസ് ആണ് കേട്ടോ. മൈസെൽസും കൃത്യമായിട്ട് നല്ല സ്ഫെറിക്കൽ മോർഫോളജി നമുക്ക് കിട്ടും. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക ഫ്രൂട്ട് ഫ്ലൈന്റെ ഒരു കണ്ണാണ്. ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറഞ്ഞാൽ പഴം ഈച്ച എന്ന് നമ്മൾ പറയും. ഈ ഫ്രൂട്ട്സിലൊക്കെ വെജിറ്റബിൾസിലൊക്കെ പച്ചക്കറി കടയിലൊക്കെ കാണാമല്ലോ, ചെറിയ ചെറിയ ഈച്ചകളെ പോലത്തെ സാധനം. അപ്പൊ അത് അതിന്റെ ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയുന്നത് അതിന്റെ കണ്ണാണ്. അത് അത്ര മാഗ്നിഫൈ ചെയ്ത് എടുത്തായിരുന്നു. ഇത് പോളൻ ഗ്രെയിൻസ് ആണ്, ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻസ് ആണത്. പല ടൈപ്പ് ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടുന്ന പല ടൈപ്പ് സൈസിലുള്ള ഷേപ്പിലുള്ള പോളൻ ഗ്രെയിൻസ്, അതിന്റെ സെം ഇമേജസ് ആണിത്. ഇത് നമ്മുടെ ഹ്യൂമൻസിലെ റെഡ് ബ്ലഡ് സെൽസ്, അതിന്റെ ഓരോ സെല്ലാണ് റെഡ് ബ്ലഡ് സെൽസിന്റെ സ്ട്രക്ചറാണ്. അപ്പൊ ഇതെല്ലാം സെം ഇമേജസ് ആണ് ഓരോന്നിന്റെ. എത്ര ബ്യൂട്ടിഫുൾ ഇമേജസ് ആണെന്ന് കിട്ടുന്നതിന്. പിന്നെ ഒരു കാര്യം, ഇലക്ട്രോൺ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാധാരണ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന പോലെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് കളർ ഇതിൽ കാണാൻ പറ്റില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. പിന്നെ കളർ ഇമേജസ് ഉണ്ടാക്കാം. അത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വഴി നമ്മൾ കളർ കൊടുക്കണം, ആർട്ടിഫിഷ്യൽ കളർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അല്ലാതെ ശരിക്കുള്ള ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് കളറാക്കി മാറ്റാം, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി കളറാക്കി എടുക്കാം എന്ന്. ഇലക്ട്രോൺസ് വിസിബിൾ ലൈറ്റ് അല്ല ഉപയോഗിക്കുന്ന കാരണം ഇതിന് കളർ ഉണ്ടാവില്ല. അതാണ് സെമ്മിന്റെ ചില ഫോട്ടോഗ്രാഫ്സ്. ഇനി അടുത്ത ടെം എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് എ മൈക്രോസ്കോപ്പിക് ടെക്നിക് ഇൻ വിച്ച് എ ബീം ഓഫ് ഇലക്ട്രോൺസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ അൾട്രാ തിൻ സ്പെസിമെൻ ടു ഫോം എ ഇമേജ്. ഇത് സെമ്മ് പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് ആണ് ഉപയോഗിക്കുന്നത്. which uses electron microscope in which a beam of electrons is transmitted through a ultra thin specimen. ഇവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. beam of electrons is transmitted through an ultra thin specimen. നമ്മുടെ സ്പെസിമെൻ അൾട്രാ തിൻ ആയിരിക്കും. മറ്റേതിൽ അങ്ങനെ അൾട്രാ തിൻ ഒന്നുമില്ല. സെമ്മിൽ എത്ര തിക്നെസ് ഉള്ള സ്പെസിമെൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സ്റ്റെമ്മിൽ അങ്ങനെയല്ല, അൾട്രാ തിൻ. കാരണം നമ്മളിവിടെ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഇമേജ് ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് ഇലക്ട്രോൺ ഷുഡ് പാസ് ത്രൂ ദ സാമ്പിൾ. സാമ്പിളിൽ കൂടി പാസ് ചെയ്യണം. ഇപ്പൊ ഇലക്ട്രോൺസ് സാമ്പിളിൽ കൂടി പാസ് ചെയ്യണമെങ്കിൽ സാമ്പിൾസിന്റെ ഒന്ന് ഇലക്ട്രോൺസിന്റെ എനർജി അത്രയും കൂടുതലായി. സെമ്മിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോൺസിനെക്കാളും എനർജി കൂടിയതാണ് ടെമ്മിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോൺസ്. കാരണം ഇലക്ട്രോൺസ് സാമ്പിളിൽ കൂടി പാസ് ചെയ്യണം, സ്കാറ്റർ ആയില്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ സെക്കൻഡറി ഇലക്ട്രോൺസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസും സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ് നമ്മൾ സെമ്മിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ടെമ്മിൽ അങ്ങനെയല്ല, ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് ഇതിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ ആ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്പെസിമെൻ അത്രയും തിന്നായിരിക്കും, നേരിയ സ്പെസിമെൻ, അൾട്രാ തിൻ സ്പെസിമെൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ an image is formed by the interaction of the electrons transmitted through the specimen. ആ സ്പെസിമെനിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോൺസ്, അതാണ് നമ്മൾ ഇമേജ് ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. The image is magnified and focused on an imaging device. അപ്പൊ ഈ ഇമേജിംഗ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ്. അതായത് ഈ ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ, ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീനോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഈ ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ വന്ന് വീഴും. അപ്പൊ അങ്ങനെ നമ്മുടെ സാമ്പിളിന്റെ ഒരു ഇമേജ് നമുക്ക് കിട്ടും. അതായത് ഷാഡോ ആണ് ഇവിടെ കിട്ടുക. ആക്ച്വലി നമുക്കൊരു ഷാഡോ കിട്ടുന്ന പോലെയാണ് ട്രാൻസ്മിറ്റ് ചെയ്ത ചില
സാമ്പിളിന്റെ തിക്നെസ് കൂടിയ ഇതാണെങ്കിൽ ഇലക്ട്രോൺസ് അതിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതായത് ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഷാഡോ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതേ ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് ക്ലിയർ അവിടെ വന്ന് സ്ക്രീനിൽ വന്ന് വീഴുമ്പോൾ ആക്ച്വലി നമുക്കൊരു അവിടെ നമുക്ക് ഫ്ലോറസൻസ് സ്ക്രീനിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടെമ്മിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടെം ഇമേജ് എന്ന് പറയുന്നത്. ടെമ്മിന്റെ ഇൻസ്ട്രുമെന്റ് ആണ്. ഇങ്ങനെയായിരിക്കും അത് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ മറ്റേ പോലെ തന്നെ ഇൻസ്ട്രുമെന്റിന്റെ കാര്യത്തില് മറ്റേ നമ്മുടെ സെമ്മില് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ആയിരിക്കും നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണ്, അത് നമ്മുടെ ടങ്സ്റ്റൺ കോയിൽ വല്ലതായിരിക്കും അത്. അപ്പൊ അത് ഇത് ചൂടാകുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. പിന്നെ ഒരു ആനോഡ് ഉണ്ട്, ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കണ്ടൻസർ ലെൻസ് ഉണ്ട്. പിന്നെ ഒരു വ്യത്യാസം, സെമ്മിൽ നിന്നൊരു വ്യത്യാസം, സെമ്മില് നമ്മൾ ഏറ്റവും താഴെയാണ് സെമ്മില് സാമ്പിൾ വെക്കുന്നത്. പക്ഷെ ഇവിടെ നടുക്കായിട്ടാണ്. കാരണം ഈ ഇലക്ട്രോൺസ് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഈ ട്രാൻസ്മിറ്റ് ഇലക്ട്രോൺസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുന്നത് താഴെയായിരിക്കണം ഡിറ്റക്ടർ. അപ്പൊ ഇവിടെ നമ്മൾ സാമ്പിള് സെമ്മിൽ താഴെയാണ് വയ്ക്കുന്നതെങ്കിൽ ഇവിടെ ഏകദേശം മിഡിൽ പോർഷനിലാണ് സാമ്പിൾ. അപ്പൊ ഇതാണ് അതിന്റെ സാമ്പിൾ ഹോൾഡർ. സാമ്പിൾ ഇവിടെയാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പൊ സാമ്പിൾ ഇവിടെ വയ്ക്കും. പിന്നെ ഒബ്ജക്റ്റ് ഇതൊക്കെ ലെൻസ് ഒക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് ഒരു ഫൈൻ ട്യൂണിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഫ്ലൂറസൻസ് സ്ക്രീൻ ഇത് വെക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇത് വന്ന് വീഴുമ്പോൾ ഒരു ഷാഡോ ഫ്ലൂറസൻസ് സ്ക്രീനിലോ ഫ്ലൂറസൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോൺസ് വന്ന് വീഴുന്ന ഭാഗത്ത് ഒരു ഫ്ലൂറസൻസ് ഉണ്ടാവും, ഇലക്ട്രോൺ വീഴാത്ത ഭാഗത്ത് ഒരു ഷാഡോ ഇരുട്ടായിരിക്കും അവിടെ. ഇതിലും വാക്വം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാക്വം ഉണ്ട്. ഇത് ഇവിടെ ഒരു കണ്ണുകൊണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വെറുതെ നെയ്ക്കഡ് ഐ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്ക്രീനിന്റെ ഫ്ലൂറസൻസ് നമുക്ക് ഇതിൽ കൂടി കാണാൻ പറ്റും. ഇതാണ് വ്യൂയിങ് സ്ക്രീൻ. ഇതാണ് അതിന്റെ വ്യൂയിങ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. പിന്നെ അതിന്റെ ഇമേജ് സ്ക്രീനിൽ CCD ക്യാമറ ഉണ്ട്, റെക്കോർഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്യും. ഈ ടെമ്മിന്റെ സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെം ഗ്രിഡ്. മറ്റേ സ്റ്റഡ്, സെമ്മില് സ്റ്റഡ്, മെറ്റലിന്റെ ഒരു സ്റ്റഡ്, സ്റ്റീലിന്റെ സ്റ്റഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ടെം ഗ്രിഡ് എന്ന് പറയും. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അരിപ്പ പോലത്തെ ഒരു സാധനം. ഇത് ഇത്രയും വലുതാക്കി കാണിച്ചതെന്നുള്ളൂ. വളരെ ചെറുതാണത്. 1 millimeter റേഡിയസ് ഒക്കെ ഉണ്ടാവുള്ളൂ. റേഡിയസ് അറൗണ്ട് 1 millimeter അല്ലെങ്കിൽ താഴെ ടെം ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കോപ്പർ ഗ്രിഡ് ആവാം, കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഗ്രിഡ് ആവാം, അല്ലെങ്കിൽ കാർബൺ ഗ്രിഡ്. ഭയങ്കര വില കൂടിയതാണ് ഓരോ ഗ്രിഡ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു ഗ്രിഡിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 8,000-9,000 റുപ്പീസ് ഉണ്ടാവും ഒരു ടെം ഗ്രിഡിന്റെ ഒറ്റ ഇത്. പിന്നെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. വൺസ് സാമ്പിൾ പ്രോസസ് ചെയ്താൽ പിന്നെ അത് പോയി, ഒന്ന് വളഞ്ഞാൽ അത് പോയി. വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഫോർസെപ്സ്. ഇത് വെച്ചിട്ടാണ് ഇത്രയുള്ള. ഇത് ഇതിന്റെ പുറത്താണ് നമ്മൾ സാമ്പിൾ. സൊല്യൂഷൻ ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആദ്യം ഇത് വളരെ ശ്രദ്ധിച്ച് ടെം ഗ്രിഡ് നമ്മൾ ഇത് വെച്ചിട്ട് ഫോർസെപ്സ് വെച്ചെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ സാമ്പിൾ ഒരൊറ്റ ഡ്രോപ്പ് സാമ്പിൾ ഇതിലോട്ട് ആഡ് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ ഏകദേശം ഇങ്ങനെ തന്നെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ സോൾവെന്റ് ഇതിൽ കൂടി വലിഞ്ഞ് താഴത്തോട്ട് സോൾവെന്റ് പോകും, വ്യാപറേറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ വലിഞ്ഞ് പോകും. സാമ്പിൾ ഇതിന്റെ പുറത്ത് ഇരിക്കും. ഇതാണ് ടെം ഗ്രിഡ്. ഇത് സ്റ്റഡ് ആയിരുന്നു, ഇത് ടെം ഗ്രിഡ്. അപ്പൊ അത്രയും അൾട്രാ തിൻ സാമ്പിൾ തിക്നെസ്, അത്രയും തിക്നെസ് കുറഞ്ഞ സാമ്പിൾ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ ടെം ഗ്രിഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ടെം ഗ്രിഡ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ ടെം ഗ്രിഡ് ഇതാണ് നമ്മുടെ സെമ്മിന്റെ സാമ്പിൾ ഹോൾഡർ ആണിത്. ഇത് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഒരു റോഡ് പോലത്തെയാണിത്. റോഡ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഇതേപോലെ ഇരിക്കും സാമ്പിൾ ഹോൾഡർ. അപ്പൊ നമ്മുടെ ഈ ടെം ഗ്രിഡിനെ ഈ ഒരു ഭാഗത്ത് വയ്ക്കും, എന്നിട്ട് അതിനെ ലോക്ക് ചെയ്യും. ഇതിങ്ങനെ തിരിച്ച് ഇതോടെ ലോക്ക് ചെയ്യും. എന്നിട്ട് ഇത് അങ്ങനെ തന്നെ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഊരിയെടുക്കുക, ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യും, പുഷ് ചെയ്ത് അകത്തോട്ട് കയറ്റും. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് ടെം ഗ്രിഡ്. ഇപ്പൊ ടെം വർക്ക്സ് ലൈക്ക് എ സ്ലൈഡ് പ്രൊജക്ട്. ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം സ്ലൈഡ് പ്രൊജക്ടർ പോലെയാണ്. സ്ലൈഡ് പ്രൊജക്ടർ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ സ്ലൈഡ് പ്രൊജക്ടർ പണ്ടത്തെ കമ്പ്യൂട്ടറൊക്കെ പവർ പോയിന്റ് ഒക്കെ വരുന്നതിന് മുമ്പ് എടുക്കുന്ന സ്ലൈഡ്സ്, ട്രാൻസ്പെറൻസി ഒക്കെ വെച്ച്. ട്രാൻസ്പെറൻസി ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്, A4 ഷീറ്റിന്റെ സൈസുള്ള ട്രാൻസ്പെറന്റ് പേപ്പർ ഉണ്ട്, പ്ലാസ്റ്റിക് ഇതുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഈ CD റൈറ്റർ ഒക്കെ വെച്ചിട്ട് മാർക്കർ വെച്ച് അതിന്റെ പുറത്ത് പെർമനന്റ് മാർക്കർ വെച്ച് അതിന്റെ പുറത്ത് എഴുതും. അതിന്റെ പുറത്ത് എഴുതിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് ആ ഷീറ്റ് ട്രാൻസ്പെറന്റ് ഷീറ്റ്, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇതിന്റെ പുറത്താണ് വെക്കുന്നത്. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഇത്
ലൈറ്റ് ഇതിന്റെ താഴെ ലൈറ്റ് സോഴ്സ് ഉണ്ട്. അപ്പൊ ലൈറ്റ് ഇത് വീഴും. ട്രാൻസ്പെറൻസിന്റെ പുറത്താണ് വീഴും വയ്ക്കുന്നത്. അപ്പൊ ലൈറ്റ് ഇത് വീഴും. ലൈറ്റ് ആ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ത് ചെയ്യും? ഒരു ഫോക്കസ് ചെയ്യും. ഒരു മിററാണ്. ആ മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് എന്ത് വീഴും? ഒരു സ്ക്രീൻ, വൈറ്റ് സ്ക്രീൻ ഉണ്ടാവും. ആ സ്ക്രീനിലോട്ട് അത് വീഴും. അപ്പൊ എഴുതിയ ഭാഗങ്ങളൊക്കെ നമുക്കിങ്ങനെ അവിടെ ലൈറ്റ് അതിൽ കൂടി പാസ് ചെയ്യില്ല. എഴുതിയ ഭാഗത്ത് കൂടി ലൈറ്റ് പാസ് ചെയ്യില്ല. അപ്പൊ ആ എഴുതിയ ഇതിന്റെ ഒരു ഇമേജ് നമുക്ക് എൻലാർജ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ ട്രാൻസ്പെറന്റ് സ്ലൈഡ് എന്ന് പറയും, സ്ലൈഡ് പ്രൊജക്ടർ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സെമ്മും വർക്ക് ചെയ്യുന്നത്. എന്താ നമ്മുടെ സ്ലൈഡ് ട്രാൻസ്പെറൻസി ആണ് നമ്മുടെ സാമ്പിൾ. അപ്പൊ ഇത് കൂടി ലൈറ്റ്, ഇവിടെ ലൈറ്റ് ഉപയോഗിക്കുന്നു, മറ്റേ ഇലക്ട്രോൺസ് ആണ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് പാസ് ചെയ്യുന്നു. സാമ്പിൾ ഉള്ള ഭാഗത്ത് കൂടി ഇലക്ട്രോൺസ് ഇജക്ട് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അപ്പൊ അവിടെ അതിന്റെ ഒരു ഷാഡോ പോലെ അത് പാസ് ചെയ്യും. നമ്മുടെ വൈറ്റ് ബോർഡാണ് ഇവിടെ ഫ്ലോറസെന്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് അതിന്റെ ലെൻസ് ആണ്. മറ്റേ ലെൻസ് ഇവിടെ മിററാണ്, ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ഇത് നമ്മുടെ സ്ക്രീനിലോട്ട്, മറ്റേ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ആണ്, ഇവിടെ നമ്മുടെ വൈറ്റ് സ്ക്രീൻ, വൈറ്റ് ബോർഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ എഴുതിയ ഭാഗങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അത് തന്നെയാണ്, അതേപോലെ തന്നെയാണ് ഇതിന്റെയും ടെമ്മിന്റെയും വർക്കിംഗ് ആയിട്ട് നമ്മൾ പറയുന്നത്. ടെം വർക്ക് ലൈക്ക് സ്ലൈഡ് പ്രൊജക്ടർ, ദ ഷൈൻ എ ബീം ഓഫ് ഇലക്ട്രോൺസ്. മറ്റേ ലൈറ്റ് ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ആണ് ഉപയോഗിക്കുന്നത്. ലൈക്ക് ദി ലൈറ്റ് ഇൻ എ സ്ലൈഡ് പ്രൊജക്ടർ ത്രൂ ദ സ്പെസിമെൻ. ഇവിടെ സ്പെസിമെൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പെറൻസി ആണ്. ടെമ്മില് നമ്മുടെ ഓർഗാനിക്കോ സ്പെസിമെൻ ആയിരിക്കും, അല്ലെ മറ്റേ എന്തെങ്കിലും സ്പെസിമെൻ. The transmission of electron beam is highly dependent on the properties of the material being examined. Beam എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മെറ്റീരിയൽ ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ നേച്ചർ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യും. TEM find application in cancer research, virology, material science, as well as pollution and technology and semiconductor research. പല ഫീൽഡിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടെമ്മിന്റെ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. റിക്വയർ എക്സ്റ്റെൻസീവ് സാമ്പിൾ പ്രിപ്പറേഷൻ. സാമ്പിൾ പ്രിപ്പറേഷൻ കുറച്ച് എക്സ്റ്റെൻസീവ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ടെം ഗ്രിഡ് വളരെ എക്സ്പെൻസീവ് ആണ്. മറ്റേ സെമ്മിന്റെ സ്റ്റഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഒരാൾ ഉപയോഗിച്ച സ്റ്റഡ് പിന്നെ നമുക്കത് എസിറ്റോൺ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ അത് പോകും. അത് വീണ്ടും നമുക്ക് അടുത്ത പുതിയ സാമ്പിൾ വേണമെങ്കിൽ അതിന്റെ പുറത്ത്, സ്റ്റഡിന്റെ പുറത്ത് സ്റ്റഡ് ഇങ്ങനെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ടെം ഗ്രിഡ് റീയൂസ് ചെയ്യാൻ പറ്റില്ല. വൺസ് അത് പോയി കഴിഞ്ഞാൽ ടെം ഗ്രിഡ് ചിലപ്പോൾ നമ്മൾ ആ ഫോർസെപ്സ് വെച്ച് ആ ടെം ഗ്രിഡ് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വളഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ അത് പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം സാമ്പിൾ എടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, വളരെ എക്സ്പെൻസീവ് ആണ് ഈ ടെം ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ സാമ്പിള് കോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ലബോറസ് ടാസ്ക് ആണ് ടെമ്മില് സാമ്പിൾ പ്രിപ്പറേഷൻ എന്ന് പറയും. സെമ്മിൽ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ടെമ്മിന്റെ സാമ്പിൾ പ്രിപ്പറേഷൻ ഒക്കെ ഇതുപോലെ വളരെ ബുദ്ധിമുട്ടാണ്, കുറച്ച് ലബോറസ് ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ഫീൽഡ് ഓഫ് വ്യൂ റിലേറ്റീവ്ലി സ്മോൾ. മറ്റേല് ഫീൽഡ് ഓഫ് വ്യൂ ഞാൻ പറഞ്ഞു 1 സെന്റിമീറ്റർ തൊട്ട് 0.5 മൈക്രോൺ അറ്റ് എ ടൈം നമുക്ക് അത്രയും ഏരിയ സെമ്മിൽ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ടെമ്മിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ ചെറുതാണ്. അറ്റ് എ ടൈം ഈ ടെം ഗ്രിഡ് തന്നെ ഞാൻ പറഞ്ഞല്ലോ 0.5 റേഡിയസ് ഒക്കെ ഉള്ളൂ അതിന്റെ ടെം ഗ്രിഡിന്റെ ഇതെന്ന് പറയും. 1 മില്ലിമീറ്റർ മാക്സിമം ഒരു 1 മില്ലിമീറ്റർ ഡയമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും ഇത്. അപ്പോ പക്ഷെ അതിന്റെ വ്യൂയിങ് റീജിയൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഈ ഒരു ഗ്രിഡിന്റെ ഈ ഒരു അരിപ്പ ഈ ഒരു സൈസിലുള്ള ചിലപ്പോൾ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ടെമ്മില് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം നമുക്ക് ഈ ഒരു അരിപ്പയുടെ ഒരു സ്ക്വയർ മാത്രമേ അറ്റ് എ ടൈം നമുക്ക് സ്ക്വയർ അല്ല, ചിലപ്പോൾ 2-3 സ്ക്വയർ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ ലെബോറസ് ആണ്. ഇപ്പോൾ സെമ്മ് ജസ്റ്റ് കംപ്ലീറ്റ് സാമ്പിൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് സെമ്മ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ടെമ്മിൽ അങ്ങനെ പറ്റില്ല. ടെമ്മിൽ കുറെ സമയം എടുത്തിട്ട് കംപ്ലീറ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം 2-3 സ്ക്വയർ നമുക്ക് ടെമ്മിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ലെബോറസ് ടാസ്ക് ആണ്. അപ്പൊ ഈ മൊത്തം ഇത് കവർ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അവേഴ്സ്. ഒരു സാമ്പിൾ കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ ടെമ്മിൽ ചിലപ്പോൾ ടൈം എടുക്കും. അപ്പൊ പല ഏരിയസും ചിലപ്പോൾ നമുക്ക് മിസ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് പറഞ്ഞ ഫീൽഡ് ഓഫ് വ്യൂ റിലേറ്റീവ്ലി സ്മോൾ. ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അറ്റ് എ ടൈം നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഫീൽഡ് ഓഫ് വ്യൂ ടെമ്മിൽ വളരെ കുറവാണ്. സാമ്പിൾ മേ ബി ഡാമേജ്, അതായത് ഇലക്ട്രോൺ ബീം. മറ്റേതിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ആണ് സെമ്മ്, പക്ഷെ ഇവിടെ സാമ്പിൾ ഡിസ്ട്രക്റ്റീവ് ആവും. കാരണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി, ഇലക്ട്രോൺസിന്റെ എനർജി വളരെ കൂടുതലാണ്. ഇലക്ട്രോൺ വന്ന് വീഴുമ്പോൾ തന്നെ സാമ്പിൾസ് ഡാമേജ് ആവാം. ടെം ഇമേജസ് ആർ 2D പ്രൊജക്ഷൻസ്. ടെം ഇമേജസ് 2D പ്രൊജക്ഷൻ പോലെയാണ്. സെമ്മ് ഏകദേശം ഒരു 3D പ്രൊജക്ഷൻ ഇമേജ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്കൊരു 2D പ്രൊജക്ഷനെ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ടെം ഇമേജസ് ആണ്.
ഇതൊരു നാനോ ഇതാണ്, ഗോൾഡ് നാനോ പാർട്ടിക്കിൾ ആണ്, അതിന്റെ ഒരു ഇമേജ് ആണിത്. ഇത് മോർഫോളജി അഗ്രിഗേറ്റ്സിന്റെ മോർഫോളജി മൈസെൽസ് ആണിത്, സ്ഫെറിക്കൽ മൈസെൽസ്. ഇത് ഇലക്ട്രോൺസ് ഇതിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ആക്ച്വലി നമുക്കിങ്ങനെ ഇത് സോപ്പ് കുമിള പോലെ ഇരിക്കുന്ന, ബബിൾ പോലെ ഇരിക്കുന്ന കേട്ടോ. ഈ മൈസെൽ സ്ഫെറിക്കൽ മൈസെൽ പല ടൈപ്പ് ഉണ്ട്. ഇത് വെസിക്കൽ, ഈ വെസിക്കളുടെ പ്രത്യേകത അകം പൊള്ളിയാണ്. മൈസെൽസിന്റെ പ്രത്യേകത അകം ഹാർഡാണ്. അപ്പൊ സെമ്മില് നമുക്കൊരു സ്ഫെറിക്കൽ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഇതേപോലത്തെ ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് മൈസെൽ ആണ് വെസിക്കൽ ആണെന്ന് പറയാം. ഞാൻ അകത്ത് എന്താണ്, അകം പൊള്ളയാണോ ഹാർഡാണോ നമുക്ക് സെമ്മില് നമുക്ക് ക്ലാരിറ്റി ഒന്നും കിട്ടില്ല. റൗണ്ട് സ്ഫെറിക്കൽ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ മൈസെൽ ആണോ വെസിക്കൽ ആണോ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് നമുക്ക് ടെം വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. കണ്ട, ഇത് രണ്ടും സ്ഫെറിക്കൽ ആണ്. പക്ഷെ മൈസെൽ കണ്ടോ ഹാർഡ് സ്ഫിയേഴ്സ് ആണ്, നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് ഡാർക്ക് ആണ്. വെസിക്കിൾ കണ്ടോ അതിന്റെ സെന്റർ ലൈറ്റ് ആണ്. കാരണം ഇത് പൊള്ളയാണ്. പൊള്ളയായതുകൊണ്ട് ഈ ഭാഗത്ത് കൂടി ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അകത്തെ കാര്യങ്ങൾ നമുക്ക് ടെമ്മിൽ അറിയാൻ പറ്റും, ട്രാൻസ്മിറ്റ് ഇലക്ട്രോൺസ് വെച്ച്. ബൗണ്ടറി ഷാർപ്പാണ്, ഡാർക്ക് ആണ്. മറ്റേ ഇതിൽ കൂടി സെന്ററിൽ, പക്ഷെ അവിടെ കൂടി ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ സെന്ററിൽ കൂടി അകത്ത് കൂടി ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് തിക്നെസ് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ അത് പൊള്ളയാണ്, നമുക്ക് പറയാൻ പറ്റും. ഇതൊരു വെസിക്കിൾ ആണ്, ഇതൊരു മൈസെൽ ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സെമ്മിൽ പറയാൻ പറ്റില്ല, ടെമ്മിൽ പറയാൻ പറ്റും. പിന്നെ ഇത് ബാക്ടീരിയ, ഒരു ടൈപ്പ് ബാക്ടീരിയയുടെ സ്ട്രക്ചറാണ് നമ്മൾ ടെമ്മിൽ ഒബ്സർവ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ സ്റ്റെം ഇമേജസ് പറയുന്നത്. ഡിഫറൻസ് ഇൻസ്ട്രുമെന്റിന്റെ ഡിഫറൻസ്. ബാക്കി സിമിലാരിറ്റി വളരെ കൂടുതലാണ്. അതിൽ പറയുന്ന പോലെ ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്, ആനോഡ് ഉണ്ട്, കണ്ടൻസർ ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ലെൻസ്, പ്രൊജക്ടർ ലെൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ സെമ്മില് നമ്മൾ താഴെയാണ് വെക്കുന്നത്. ഇവിടെ നമ്മുടെ സാമ്പിൾ ഏകദേശം നടുക്കാണ് നമ്മൾ സാമ്പിൾ വെക്കുന്നത്. ഇനി ഇവിടെ ഡിറ്റക്ടർ, ഇവിടെ പറയുന്നത് ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ് നമ്മുടെ ഇതിന്റെ ഡിറ്റക്ടർ. ഡിറ്റക്ടർ ഈസ് പിന്നെ സെമ്മും ടെമ്മും എല്ലാം ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ പല ഡിഫറൻസ് പറയാൻ പറ്റും. ഇലക്ട്രോൺ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് ഏത് ഇലക്ട്രോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സെമ്മിലാണെങ്കിൽ ഒന്നുകിൽ സ്കാറ്റേർഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ് ഇമേജ് ഫോം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ടെമ്മിൽ അത് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് ആണ്. പിന്നെ സെമ്മിലെ ഇലക്ട്രോൺസിന്റെ എനർജി എന്ന് പറയുന്നത് 1 to 30 കിലോവാട്ട് എനർജിയാണ് ഇലക്ട്രോൺസിന് ഉള്ളത്. പക്ഷെ ടെം ഓപ്പറേറ്റ് ചെയ്യാൻ അതിലും കൂടുതൽ എനർജി വേണം. 60 മുതൽ 300 കിലോവാട്ട് എനർജിയാണ് ഇലക്ട്രോൺസിനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോൺസിന്റെ എനർജി കൂടുമ്പോൾ റെസൊല്യൂഷൻ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിയാൽ റെസൊല്യൂഷൻ പവർ, വേവ് ലെങ്ത് കുറയും. വേവ് ലെങ്ത് കുറഞ്ഞാൽ റെസൊല്യൂഷൻ പവർ കൂടും. അപ്പൊ സെമ്മിനേക്കാളും റെസൊല്യൂഷൻ പവർ വളരെ കൂടുതലാണ് ടെമ്മിന്. കാരണം എനർജി കൂടിയ ഇലക്ട്രോൺസ് ആണ് ടെമ്മിൽ ഉപയോഗിക്കുന്നത്. പിന്നെ സെമ്മില് സാമ്പിൾ തിക്നെസ്സിന് ഒരു പ്രശ്നമൊന്നുമില്ല. തിക്നെസ് കൂടിയതോ കുറഞ്ഞതൊക്കെ നമുക്ക് സെമ്മിൽ ഉപയോഗിക്കാം. ടെമ്മിൽ അങ്ങനെ പറ്റില്ല. വളരെ അൾട്രാ തിൻ സ്പെസിഫിൻ ആണ് ടെമ്മിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ടെമ്മിന്റെ സാമ്പിളിന്റെ തിക്നെസ് ഷുഡ് ബി ലെസ് ദാൻ 150 നാനോമീറ്റർ, 150 നാനോമീറ്റർ താഴെയായിരിക്കണം നമ്മുടെ സാമ്പിളിന്റെ തിക്നെസ്. പിന്നെ 3D ഇമേജ് നമുക്ക് സെമ്മിൽ കിട്ടും. ഇതിലൊരു 2D ഇമേജ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ സെമ്മിന്റെ മാക്സിമം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1 to 2 മില്യൺ ടൈംസ്. സാമ്പിളിന് ഏകദേശം 2 മില്യൺ മടങ്ങ്. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. ഇത്രയും ടൈംസ് സാമ്പിളിനെ മാഗ്നിഫൈ ചെയ്യും. ഈ ടെമ്മിന്റെ മാഗ്നിഫിക്കേഷനോ 50 മില്യൺ ടൈംസ്. ഇത് 2 മില്യൺ ആണെങ്കിൽ ടെമ്മിന്റെ മാഗ്നിഫിക്കേഷൻ 50 മില്യൺ, 50 മില്യൺ ആണ് ടെമ്മിന്റെ മാഗ്നിഫിക്കേഷൻ. മച്ച് ലാർജർ ദാൻ ടെം. അപ്പോൾ സെമ്മിൽ കാണാൻ പറ്റാത്ത പല സാമ്പിൾസിനും വേണമെങ്കിൽ ടെം ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫീൽഡ് ഓഫ് വിഷൻ, FOV എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓഫ് വിഷൻ ആണ്. സെമ്മിന്റെ ഫീൽഡ് ഓഫ് വിഷൻ വലുതാണ്, ടെമ്മിന്റെ ഫീൽഡ് ഓഫ് വിഷൻ ചെറുതാണ്, ലിമിറ്റഡ് ആണ്. റെസൊല്യൂഷൻ സെമ്മിന്റെ 0.5 നാനോമീറ്റർ ആണ്. ടെമ്മിന്റെ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 50 പിക്കോമീറ്റർ റെസൊല്യൂഷൻ. അപ്പൊ അത്രയും സൈസ് ചെറിയ ഇതിനെ പോലും നമുക്ക് ടെമ്മിൽ കാണാൻ പറ്റും. ഇമേജ് ഫോർമേഷൻ, അത് സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ് സെമ്മില്. ഇലക്ട്രോൺസ് ക്യാപ്ചേർഡ് ആൻഡ് കൗണ്ടഡ് ബൈ ഡിറ്റക്ടീവ്സ്. ടെമ്മില് ട്രാൻസ്മിറ്റ് ഇലക്ട്രോൺസ് ഉപയോഗിക്കുന്ന ഡയറക്റ്റ് ഇമേജ് ഓൺ ദി ഫ്ലൂറസെന്റ് സ്ക്രീൻ. ഓപ്പറേഷൻ ലിറ്റിൽ ഓർ നോ സാമ്പിൾ പ്രിപ്പറേഷൻ. സാമ്പിൾ പ്രിപ്പറേഷൻ ഒക്കെ വളരെ എളുപ്പമാണ്. ടെമ്മില് ലബോറസ് സാമ്പിൾ പ്രിപ്പറേഷൻ, ലബോറസ് ടാസ്ക്. ട്രെയിൻഡ് യൂസേഴ്സ് മാത്രമേ ടെമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. ടെമ്മിൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് ട്രെയിൻഡ് യൂസേഴ്സ് തന്നെ ആവശ്യമായിട്ട് വരും. Next one, the third microscopic technique, which is known as STM, scanning tunneling microscope. STM is a microscopic technique that allows the investigation of electrically conducting surface down the scale. STM എന്ന് പറയുന്നത് ഒരു സ്കാനിംഗ് പ്രോബ് മൈക്രോസ്കോപ്പ് ടെക്നിക് ആണ്.
മറ്റേ അപ്പൊ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ STM-ഉം AFM. അപ്പൊ അവിടെ നമ്മൾ ഇലക്ട്രോൺ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇലക്ട്രോണോ വിസിബിൾ ലൈറ്റ് ഒന്നും, ലൈറ്റ് അല്ല അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അല്ല, ഒരു ടൈപ്പ് റേഡിയേഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മളിവിടെ ഇമേജ്, നമ്മുടെ സാമ്പിളിനെ ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോബാണ്. അതുകൊണ്ടാണ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഈ പ്രോബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ സാമ്പിൾ സ്കാൻ ബൈ എ വെരി ഫൈൻ മെറ്റാലിക് ടിപ്പ്. ഒരു വളരെ ഫൈൻ ആയിട്ടുള്ള ഒരു മെറ്റാലിക് ടിപ്പ് വെച്ചിട്ടാണ് നമ്മളെ സാമ്പിളിനെ നമ്മൾ ഇവിടെ സ്കാൻ ചെയ്യുന്നത്. ആ ടിപ്പ്, മെറ്റാലിക് ടിപ്പിനെയാണ് നീഡിൽ പോലെ ഇരിക്കും, സൂചി പോലെ ഇരിക്കുന്നത്, അതിനെയാണ് പ്രോബ് എന്ന് പറയുന്നത്. ദ ടിപ്പ് ഈസ് മെക്കാനിക്കലി കണക്റ്റഡ് ടു ദ സ്കാനർ. സ്കാനർ ആയിട്ട് ഈ ടിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ ടിപ്പ് ഈസ് സ്കാൻഡ് ലൈൻ ബൈ ലൈൻ above the sample surface following the topography of the sample. അതായത് ഈ ഒരു ടിപ്പാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ ടിപ്പ്. ടിപ്പിന്റെ അറ്റം വളരെ നേർത്ത ടിപ്പായിരിക്കും, ഇത് വളരെ ചെറിയ ടിപ്പായിരിക്കും. അതിന്റെ ടിപ്പിന്റെ അറ്റം കൂർത്ത് വന്ന ആക്ച്വലി ആ ടിപ്പിന്റെ അറ്റം അറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 1 ആറ്റം. ചെറുതായി ഏകദേശം ഒരു ആറ്റം ഉള്ള ഒരു ടിപ്പ്, അത്രയും ഷാർപ്പ് ടിപ്പായിരിക്കും ആ ടിപ്പ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ STM അല്ല നമ്മൾ ചെയ്യുന്നത്, ഈ സാമ്പിൾ കണ്ടക്ടിങ് ആയിരിക്കും. STM-ലെ പ്രത്യേകത സാമ്പിൾ ഷുഡ് ബി കണ്ടക്ട്, സാമ്പിൾ കണ്ടക്ടിങ് ആയിരിക്കും. അപ്പൊ മെറ്റാലിക് സാമ്പിൾസ് ഒക്കെ മാത്രം, കണ്ടക്ടിങ് ആയിട്ടുള്ള സാമ്പിൾസ് മാത്രമേ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ ഇവിടെ നമ്മൾ സ്റ്റഡോ ടെം ഗ്രിഡോ ഒന്നും ഉപയോഗിക്കണ്ട. ഇവിടെ നമ്മൾ സാധാരണ മൈക്ക ഷീറ്റിലാണ് നമ്മൾ സാമ്പിളിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. മൈക്ക ഷീറ്റ്, ഇതിനാണ് മൈക്ക ഷീറ്റ്, AFM-ലാണ് മൈക്ക ഷീറ്റ്. ഇവിടെ നമ്മൾ ടെം ഗ്രിഡ് ഒരു കണ്ടക്ടിങ് ആണ്. അപ്പൊ ഇതൊരു കണ്ടക്ടിങ് സർഫസിലാണ് നമ്മൾ ഈ സാമ്പിളിനെ വയ്ക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സാമ്പിളിനെ ഇതിന്റെ പുറത്ത് വയ്ക്കുന്നു, സാമ്പിൾ ഡ്രൈ ചെയ്യാൻ അനുവദിക്കുന്നു. അതിനുശേഷം നമ്മളൊരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യും. ഒന്നെങ്കിൽ ഈ സാമ്പിളിലോട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഈ ടിപ്പിലോട്ട് സ്കാനറിലോട്ട് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അപ്പൊ ഈ ആക്ച്വലി ടിപ്പ് ഒരിക്കലും സാമ്പിളിനെ തൊടുന്നില്ല, ടിപ്പും തൊട്ടില്ല. കാരണം ഇത്ര ഏതാണ് അതിന്റെ ഡിസ്റ്റൻസ്. ഇത് നമ്മുടെ സാമ്പിൾ ആണ്, ഇത് രണ്ട് നമ്മുടെ സാമ്പിൾ, ഇത് നമ്മുടെ ടിപ്പ് കണ്ടോ, വളരെ ചെറുതായ ക്ലോസ് ആയിട്ടാണ് പോകുന്നത്. പിക്കോമീറ്റർ ഡിസ്റ്റൻസ് ഇവർ തമ്മിൽ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇവര് തൊടുന്നില്ല. എന്തായാലും ടിപ്പ് സാമ്പിളിനെ തൊടില്ല. അപ്പൊ ടിപ്പിലോ നമ്മളൊരു കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി ഇവർ തമ്മിൽ കോണ്ടാക്ട് ഇല്ല. അപ്പൊ ഇതൊരു ഇൻസുലേറ്റ്, ഇവർ തമ്മിൽ എയറിന്റെ ഒരു ഇൻസുലേഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എയർ ഇലക്ട്രോൺസ് ഇതിൽ കൂടി ഇതിലോട്ട് ഇലക്ട്രോൺസ് കണ്ടക്ട് ചെയ്യില്ല. പക്ഷെ ടണലിംഗ് ഫിനോമിന വഴി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ടണൽ ചെയ്യും. ഇതിൽ കൂടി ഇതിലോട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ട് ചെയ്യും. എങ്ങനെയാണ് അതിനെ ടണലിംഗ് ഫിനോമിന, ടണലിംഗ് ഇഫക്ട്, ക്വാണ്ടം മെക്കാനിക്സ് ടണലിംഗ് ഇഫക്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ ടണലിംഗ് ഇഫക്ട് വഴി ഇലക്ട്രോൺസ് ഇവിടെ ടണൽ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്, STM എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടിപ്പിൽ കൂടി ഇലക്ട്രോൺസ് ഈ സാമ്പിളിലോട്ട് ടണൽ ചെയ്തു. ശരിക്കും ജനറലി ടണൽ ചെയ്യാൻ പാടില്ല, ആ ബാരിയർ വളരെ കൂടുതലാണ്. കാരണം ഇലക്ട്രോൺസിന് ആ ബാരിയർ ക്രോസ് ചെയ്യാനുള്ള എനർജി ഇല്ല. കാരണം എയർ നോൺ കണ്ടക്ടിങ് ആണ്, ഇൻസുലേഷനിലാണ്. പക്ഷെ ഇതിനെ മറികടന്നുകൊണ്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇതിൽ കൂടി ടണൽ ചെയ്യും. അതിനെ ടണലിംഗ് ഫിനോമിന എന്ന് പറയും. എന്നിട്ട് ഈ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഈ സാമ്പിളിലോട്ട് ടണൽ ചെയ്യുമ്പോൾ നമുക്കൊരു വോൾട്ടേജ് കിട്ടും. അപ്പൊ ഈ വോൾട്ടേജ് ടണലിംഗ് ഫിനോമിന ഞാൻ ക്വാണ്ടം മെക്കാനിക്സിൽ പറഞ്ഞിട്ടുണ്ട്. ടണലിംഗ് ഫിനോമിന ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിസ്റ്റൻസ്, ആ ബാരിയറിന്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. ബാരിയർ തിക്നെസ് കുറയും തോറും ടണൽ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ നമ്മള് ഈ സാമ്പിൾ എപ്പോഴും ഇത് ഫ്ലാറ്റ് ആയിരിക്കണമെന്നില്ല. സാമ്പിൾ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടാവും, പൊങ്ങിയും താഴ്ന്നു നിന്നൊക്കെ ഇരിക്കുന്ന ഭാഗം ഉണ്ടാവും. അപ്പൊ പൊങ്ങിയ ഭാഗമാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഗ്യാപ്പ് കുറയും, ഈ ടിപ്പും സാമ്പിളും തമ്മിലുള്ള ഗ്യാപ്പ് കുറയും. അപ്പൊ ടണലിംഗ് കറണ്ട് കൂടും. കുഴിഞ്ഞിരിക്കുന്ന ഭാഗമാണെങ്കിൽ ടിപ്പും സാമ്പിളും തമ്മിലുള്ള ഗ്യാപ്പ് കൂടും, അപ്പൊ ടണലിംഗ് കറണ്ട് കുറയും. അപ്പൊ ഈ ടണലിംഗ് കറന്റിന്റെ വേരിയേഷൻ നോക്കിക്കൊണ്ട് സാമ്പിളിന്റെ മോർഫോളജി എങ്ങനെയാണെന്ന് ഇതിന് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ടിപ്പ് ഇവിടെ മുതൽ ഇവിടെ വരെ ഒന്ന് സ്കാൻ ചെയ്യും, പിന്നെ തിരിച്ച് ഇവിടെ നിന്ന് ഒന്ന് താഴെ വന്നിട്ട് പിന്നെ ഇതിൽ കൂടി ഇവിടെ കൂടി സ്കാൻ ചെയ്യും, പിന്നെ ഒന്ന് താഴെയായിട്ട് പിന്നെ ഇവിടെ കൂടി ഇവിടെ സ്കാൻ ചെയ്യും, പിന്നെ ഒന്ന് താഴെ ഇങ്ങനെ സ്കാൻ ചെയ്യും, പിന്നെ താഴെ അങ്ങനെ ഇങ്ങനെ ഒരു സിക്സാക്ക് പോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഇതേപോലെ കംപ്ലീറ്റ് ഏരിയ ഈ ടിപ്പ് ഇങ്ങനെ സ്കാൻ ചെയ്യും. പക്ഷെ ടൈം എടുക്കും. ആക്ച്വലി ഒരു ഏരിയ ഇതൊരു 1 സെന്റിമീറ്റർ ഏരിയ ഒക്കെ സ്കാൻ ചെയ്യാൻ ടൈം എടുക്കുന്ന 6 ചിലപ്പോൾ 10 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പൊ എനിവേ അപ്പൊ അങ്ങനെ സ്കാൻ ചെയ്ത് ഇങ്ങനെ വരും.
അപ്പൊ സാമ്പിൾ കണ്ടക്ടിങ് ആയിരിക്കണം. അപ്പൊ ഈ ടണലിംഗ് കറന്റ് മെഷർ ചെയ്തിട്ടാണ് ഇത് സാമ്പിളിന്റെ മോർഫോളജി അത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതാണ് STMന്റെ ഇൻസ്ട്രുമെന്റ്. കണ്ടു കഴിഞ്ഞാൽ വളരെ പേടിയായി പിടത്തുന്ന ഒരു രൂപമാണ് ഇതിനുള്ള STM. മറ്റേതൊക്കെ സെമും ടെമ്മൊക്കെ ഒരു സിലിണ്ടർ പോലെയാണ്, വാക്വം ഒരു ഇലക്ട്രോൺ ഗണ്ണ് ഒക്കെ ഉള്ള. പക്ഷെ ഇത് കണ്ടോ കംപ്ലീറ്റ് കുറെ എന്തൊക്കെയോ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ എന്താണ് ഇൻസ്ട്രുമെന്റൽ ഇതിലോ ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് കിടക്കണ്ട. STMന്റെ വർക്കിംഗ് ബേസിക്കലി ടണലിംഗ് കറണ്ട് ആണ്, ടണലിംഗ് ഇഫക്റ്റ് ആണ് നമ്മൾ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ വർക്കിംഗ്. ഇൻസ്ട്രുമെന്റ് എങ്ങനെ ഇരിക്കും, ഇനി അതിനോട് കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറും ഒക്കെ ഉണ്ടാവും. പിന്നെ STM വഴി ഇമേജ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഒരു കോപ്പർ ഫോയിലിന്റെ സർഫസ് ആണ്. ഈ ഓരോ ഇതെന്ന് പറയുന്നത് പൊങ്ങിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി കോപ്പർ ആറ്റംസ് ആണ്. കണ്ടോ, ഓരോ ഒരു ആറ്റം വരെ നമുക്ക് ഇതുവഴി നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് STM അവര് IBM കമ്പനിക്കാര് STM വെച്ചിട്ട് IBM എന്ന് എഴുതിയേക്കാണ്. ഈ ഓരോ ഹിൽ എന്ന് പറയുന്ന ആക്ച്വലി ഒരു ആറ്റമാണ്. ഓരോ ആറ്റം വെച്ച് ഇവർ എഴുതിയേക്കാണ് IBM എന്ന്. ഈ ഓരോ കുന്നെന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് ഓരോ ഹില്ല് പോലെ നിങ്ങൾ കാണുന്നത് ആക്ച്വലി ഓരോ ആറ്റമാണ്. ഓരോ ആറ്റം വെച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. അത് STM വെച്ച് അവർ എഴുതിയേക്കാണ്. ഒരു മെറ്റാലിക് ഫോയിലില് അവർ STM വെച്ചിട്ട് അവർ IBM എന്ന് എഴുതിയേക്കാണ്. ഒരിക്കലും നമുക്കിത് ചിന്തിക്കാനേ പറ്റില്ല, ഒരു ആറ്റം വെച്ച് എഴുതാന്ന് പറഞ്ഞത്. ആക്ച്വലി ഓരോ ഇതും ഒരു ആറ്റം ഇങ്ങനെ വെച്ച് ഒരു IBM എന്ന് എഴുതിയേക്കും. അപ്പൊ അതിന്റെ ഒക്കെ അപ്പൊ എത്രയും എൻലാർജ് ചെയ്യുന്ന ഇമേജസ് നമുക്ക് STM കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഇത് കോപ്പർ ഇതിന്റെ മോർഫോ സ്ട്രക്ചർ ആണ്. ഓരോ ഇതിലും കാണുന്ന ഒരു ആറ്റമാണ്, ഓരോ കോപ്പർ ആറ്റംസ്. പിന്നെ AFM പറയുമ്പോൾ AFM എന്ന് പറയുന്നത് ഇറ്റ്സ് എ പവർഫുൾ ടെക്നിക് ദാറ്റ് enables the imaging of almost any type of surface. മറ്റേ കണ്ടക്ടിങ് ആയിരിക്കും STM-ൽ, സാമ്പിൾ കണ്ടക്ടിങ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എനി ടൈപ്പ് ഓഫ് സർഫസ് കണ്ടക്ടിങ് ആവാം, നോൺ കണ്ടക്ടിങ് ആവാം, മെറ്റാലിക് ആവാം, ഓർഗാനിക് ആവാം, ലിവിങ് ആണ്, നോൺ ലിവിങ് ആവാം. അപ്പൊ ഏത് ടൈപ്പ് ഇതും നമുക്ക് AFM വെച്ച് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിംഗ് പോളിമേഴ്സ്, സെറാമിക്സ്, കോമ്പോസൈറ്റ്സ്, ഗ്ലാസ് ആൻഡ് ബയോളജിക്കൽ സാമ്പിൾസ്. നമുക്ക് STM വെച്ച് നമുക്ക് ഇവിടെ സ്കാൻ ചെയ്യാൻ പറ്റും. AFM generates images by scanning a small cantilever over the surface of a sample. ഇതിന്റെ വർക്കിംഗ് ഏകദേശം STM പോലെയാണ്. ഇവിടെയും ഒരു മെറ്റാലിക് ടിപ്പ്, ഒരു പ്രോബ് ഉണ്ടാവും. ആ പ്രോബ് ഇത് നമ്മുടെ എന്താ പറയുക സാമ്പിളിന്റെ പുറത്തു കൂടി ഇങ്ങനെ സ്കാൻ ചെയ്യും. പക്ഷെ ഇവിടെ വ്യത്യാസം മറ്റേ നമ്മളൊരു കറണ്ട് അപ്ലൈ ചെയ്യും, സാമ്പിളിലോട്ടോ അല്ലെങ്കിൽ ടിപ്പിലോട്ടോ നമ്മളൊരു കറണ്ട് അപ്ലൈ ചെയ്യും. AFM-ല് അങ്ങനെ ഒരു കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, ഇവിടെ കറണ്ടിന്റെ ആവശ്യമില്ല. The sharp tip on the end of the cantilever contacts the surface. ഇവിടെ മറ്റേതിൽ കോണ്ടാക്ട് വരുന്നില്ല, ടിപ്പും ഇതായിട്ട് കോണ്ടാക്ട് സാമ്പിൾ ആയിട്ട് കോണ്ടാക്ട് വരുന്നില്ല. ആ ടണലിംഗ് കറണ്ട് ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. ഇവിടെ ടിപ്പും സാമ്പിളും കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. The sharp tip at the end of the cantilever contacts the surface, bending the cantilever and changing the amount of laser light reflected into the photodiode. ഞാൻ പറയാം, അതായത് ഇതാണ് നമ്മുടെ കാന്റിലിവർ, AFM-ന്റെ കാന്റിലിവർ. ഇത് ഹോൾഡർ ആണ്, ഇതാണ് നമ്മുടെ ടിപ്പ്. ഇതിനെ ഈ മൊത്തം യൂണിറ്റിനെ കാന്റിലിവർ അല്ലെങ്കിൽ AFM പ്രോബ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ട്. ഫോട്ടോ ഡയോഡ് ഇവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ലേസർ ബീം ഉണ്ട്. ഈ ലേസർ ബീം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലേസർ ബീം ഈ ടിപ്പിലോട്ട് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഈ ലേസർ ബീം ടിപ്പിൽ വന്ന് വീണ് അല്ലെങ്കിൽ ഈ പ്രോബിൽ വന്ന് വീണ് തൊട്ട് അത് റിഫ്ലക്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഡയോഡ് അതിനെ ഡിറ്റക്ട് ചെയ്യും. അപ്പൊ ഈ ഫോട്ടോ ഡയോഡ് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോബ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഈ പ്രോബ് വളഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഡയോഡ് ഡിസ്റ്റൻസ് മാറും. ഈ ലേസറും AFM പ്രോബുകളിൽ ഡിസ്റ്റൻസ് മാറും. അപ്പൊ ഈ ഡിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ ഈ ലേസർ ലൈറ്റ് വഴി ഫോട്ടോ ഡയോഡ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് എത്രത്തോളം ഈ പ്രോബിന്റെ ഡിസ്റ്റൻസ് മാറും. ലേസർ ഫിക്സ്ഡ് ആണ്, ലേസറിന്റെ പൊസിഷൻ മാറില്ല, പക്ഷെ പ്രോബിന്റെ പൊസിഷൻ മാറും. പ്രോബ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് ആ പ്രോബിന്റെ വേരിയേഷൻ, അതിന്റെ പൊങ്ങിയും താഴ്ന്നൊക്കെ അതിന്റെ വേരിയേഷൻ വരാം. ഈ മോർഫോളജി അനുസരിച്ച്, സർഫസിന്റെ സാമ്പിളിന്റെ മോർഫോളജി അനുസരിച്ച് ഈ പ്രോബില് വേരിയേഷൻ വരാം. പ്രോബിന്റെ ഈ ഡിസ്റ്റൻസ് മെഷർമെന്റ് അതിൽ വേരിയേഷൻ, അതിന്റെ പൊസിഷനിൽ വരുന്ന ഡിഫ്ലക്ഷൻ നമ്മുടെ ഫോട്ടോ ഡയോഡ് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അതൊരു ഇമേജ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ AFM-ല് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് മോഡ് ഉണ്ട്. കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പ്രോബ് സാമ്പിളിന്റെ പുറത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഒരു ന്യൂട്ടൺ എത്ര ന്യൂട്ടൺ ഫോഴ്സ് ആണ് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് ആ ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട്. അത് സാമ്പിൾ സ്കാൻ ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ആ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഫോഴ്സ് അത് അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? പ്രോബ് സാമ്പിളിന്റെ പുറത്ത് അത് ടച്ച് ചെയ്യും. പ്രോബ് സാമ്പിളിന്റെ പുറത്ത് ടച്ച് ചെയ്യും. ടച്ച് ചെയ്തിട്ട് അത് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഫോഴ്സ് അത് അപ്ലൈ ചെയ്യും ഈ പ്രോബ്. ഇനി അതെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഇതിങ്ങനെ സ്കാൻ ചെയ്യും. ഇത് പുറത്ത് കൂടി ഇങ്ങനെ ഓടുകയാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൊങ്ങിയ ഭാഗം വരുമ്പോൾ അതെന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ഫോഴ്സിലാണല്ലോ അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? പ്രോബ് ആ ഫോഴ്സ് പ്രോബ് നീങ്ങിയില്ലെങ്കിൽ ഫോഴ്സ് ഏറ്റക്കുറച്ചിൽ വരും. കാരണം ഇതിലെങ്ങനെ ഏറ്റക്കുറച്ചിൽ സർഫസ് ഏറ്റക്കുറച്ചിലായത് കാരണം ഇതെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോഴ്സ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി പ്രോബ് ഒന്ന് വളയും. അപ്പൊ ഇവിടെ വരുമ്പോൾ പ്രോബ് ഒന്ന് മുകളിലോട്ട് പൊങ്ങും ഫോഴ്സ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ, ഈ ഗ്യാപ്പ് മാറും, ഈ ഡിസ്റ്റൻസ് മാറും. അത് ഈ ഫോട്ടോ ഡയോഡ് സെൻസ് ചെയ്യും. കുഴി വരുമ്പോൾ എന്ത് ചെയ്യും? ആ ഫോഴ്സ് കോൺസ്റ്റന്റ് ആക്കാൻ വെക്കാൻ വേണ്ടി ഇത് വീണ്ടും ഒന്ന് താഴും, ആ ഫോഴ്സ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി. അപ്പൊ വീണ്ടും അപ്പൊ അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് കൂടും കുഴി വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോട്ടോ ഡയോഡ് ആ എടുത്ത് സെൻസ് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ കംപ്ലീറ്റ് ഏരിയ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ പ്രോബിൽ വരുന്ന ഡിഫ്ലക്ഷൻ ഈ ഫോട്ടോ ഡയോഡിന് സെൻസ് ചെയ്യാം. അത് എന്നിട്ട് സർഫസ്, ഈ സാമ്പിളിന്റെ സർഫസ് എങ്ങനെ ഇരിക്കുമെന്ന് അതൊരു ഇമേജ് ആക്കി അത് തരികയാണ്. അപ്പൊ അതാണ് ഇതിൽ ചെയ്യുന്നത്, നമ്മുടെ AFM നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കാന്റിലിവർ ടിപ്പ് എന്ന് പറയും. ഇവിടെ ലേസർ ഇവിടെ വന്ന് വീഴുന്നു. നമ്മുടെ ഫോട്ടോ ഡയോഡ് ആ ലേസറിന്റെ ഡിസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫോട്ടോ ഡയോഡ് സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ വരുന്ന വേരിയേഷൻ, ഇതിന്റെ ടിപ്പിൽ വരുന്ന ഡിഫ്ലക്ഷൻസ് ഫോട്ടോ ഡയോഡ് സ്കാൻ ചെയ്തിട്ട് ഒരു ഇമേജ് ഫോഴ്സ് അതിന്റെ ഡിഫ്ലക്ഷൻ അത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി ഒരു ഇമേജ് കോൺസ്റ്റന്റ് ഫോഴ്സ് മോഡാണ് ഇത്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആക്കിയിരിക്കും. അപ്പൊ ഫോഴ്സ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി ആ ടിപ്പിൽ ചെറിയ വേരിയേഷൻ വരും. അപ്പൊ അത് ആ മോർഫോളജി, സർഫസിന്റെ സർഫസിന്റെ മോർഫോളജി അതിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. കുറച്ച് AFM ഇമേജസ് കണ്ട, ഇത് ഒരു മോളിക്യൂളാണ്, പെർലിൻ ബിസമൈഡ് ആണ് ഈ ഒരു മോളിക്യൂൾ. കണ്ടോ അതിന്റെ സ്ട്രക്ചർ കണ്ടോ? ഇത് മറ്റൊരു മോളിക്യൂൾ അതായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ പെർലിൻ ബിസമൈഡിന്റെ ബ്യൂട്ടിഫുൾ ഷേപ്പ് നമുക്ക് ആക്ച്വലി കാണാം. ഈ ഒരു ഷേപ്പ് കണ്ടോ? ആ ഒരു ഹണി കോംബ് പോലത്തെ സ്ട്രക്ചറും ഇത് അടുത്ത മുകളിലത്തെ മോളിക്യൂൾ ഇതായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ, ആ ഫോർമേഷൻ ബോണ്ട് ഫോം ചെയ്യുന്ന കണ്ടോ? ആ ഹൈഡ്രജൻ ബോണ്ട് വഴി ആക്ച്വലി നമുക്ക് AFM ജസ്റ്റ് ഇമാജിൻ AFM നമുക്ക് ആക്ച്വലി കാണാം. അപ്പൊ എത്ര റെസൊല്യൂഷൻ ആണെന്ന് നോക്കാം ഇതില്ല. പിന്നെ ഈ ഒരു മോളിക്യൂൾ കേട്ടോ, ഈ കോൺജുഗേറ്റഡ് മോളിക്യൂൾ അതിന്റെ ട്രിപ്പിൾ ബോണ്ട് കണ്ട, ട്രിപ്പിൾ ബോണ്ട് വഴി ആ ബെൻസീന്റെ റിംഗ് സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാം. ആ ട്രിപ്പിൾ ബോണ്ട് ഇവിടെ കണ്ട, ഇവിടെ ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയ ഒരു ഭാഗമുണ്ട്, അത് ആക്ച്വലി ആ ട്രിപ്പിൾ ബോണ്ടാണ്. സോ ഐ തിങ്ക് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. ഇത് കണ്ടോ ഈ ഒരു ഷേപ്പ് നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ, നമ്മൾ വരയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു ഷേപ്പ് നമുക്ക് ആക്ച്വലി കാണാം. അത് പിന്നെ ഒരു മോളിക്യൂൾ, അനിലിൻ ടൈപ്പ് ഓഫ് മോളിക്യൂൾ, ഹൈഡ്രോകാർബൺ. Look at this one. And here another one. കണ്ടോ? അപ്പൊ അത്രയും എന്ത് ക്ലാരിറ്റിയുള്ള ഇമേജസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. നമുക്ക് എത്രയും ഇപ്പൊ ഇമേജ് എത്ര എൻലാർജ് ചെയ്യുന്നു AFM റെസൊല്യൂഷൻ ആലോചിച്ചു നോക്കാം. മറ്റേ AFM സെമ്മിലും ടെമ്മിലൊന്നും അത്രയും ഫോക്കസ് നമുക്ക് കിട്ടില്ല. ഇത്രയും റെസൊല്യൂഷൻ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. AFM STM നമ്മളെ സാമ്പിൾ മോളിക്യൂളിന്റെ ഷേപ്പ് വഴി നമുക്ക് അതിനെ കാണാൻ പറ്റും. ഇതാണ് ആക്ച്വലി AFM ഇത്. മറ്റേ STM ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ STM ഭയങ്കര ഒരു ഭീമാകാരനായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. കുറെ യൂണിറ്റ്സും അതൊക്കെ ഉള്ള നോക്കിയാൽ കഴിഞ്ഞാൽ ഇതുണ്ടോ, അതേപോലത്തെ ഒരു ഭീമാകാരൻ ഇതാണ്, കണ്ടാൽ പേടിയാവുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. പക്ഷെ ഇത് അത്രയല്ല, കുറച്ചുകൂടി സിമ്പിൾ ഒരു ഷേപ്പാണ് AFM ഉള്ളത്. പിന്നെ ഈ AFM ആക്ച്വലി 3 മോഡ്സ്, ഇമേജിംഗ് മോഡ്സ് ഉണ്ട്. കോൺടാക്ട് മോഡ്, അത് ഞാൻ ഈ പറഞ്ഞ കോൺസ്റ്റന്റ് ഫോഴ്സ് മോഡ് എന്ന് പറയാൻ വേണമെങ്കിൽ തന്നെ കോൺടാക്ട് മോഡ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് മോഡ് എന്ന് പറയുന്നത്. ടാപ്പിംഗ് മോഡ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് മോഡ് ഉണ്ട്, പിന്നെ ഒരു നോൺ കോൺടാക്ട് മോഡ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കോൺടാക്ട് മോഡാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതായത് ടിപ്പ് സാമ്പിൾ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കോൺടാക്റ്റിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഉറഞ്ഞു, അപ്പൊ ആക്ച്വലി നമ്മുടെ ടിപ്പ് ഈ സർഫസ് കൂടി ഇങ്ങനെ ഉറഞ്ഞിട്ട് പോവാണ്. അപ്പൊ ഇങ്ങനെ ഉറഞ്ഞിട്ട് പോകുമ്പോൾ സാമ്പിളിന് പ്രശ്നം വരാം. കാരണം സാമ്പിളിന്റെ സർഫസ് ഉറഞ്ഞിട്ട് പോകണം. അപ്പൊ സാമ്പിളിന്റെ അതിന്റെ സാമ്പിളിന്റെ സർഫസിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ സാമ്പിൾ ചിലപ്പോൾ ഡാമേജ് ആവാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടിപ്പ് ഡാമേജ് ആവാം. നമ്മുടെ AFM ടിപ്പ് ചിലപ്പോൾ ഡാമേജ് ആവും. ടിപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആറ്റം തിക്നെസ് ഒക്കെ ഉള്ളൂ അതിന്റെ ടിപ്പ് അറ്റം വരുമ്പോൾ.
അപ്പോൾ ടിപ്പ് ഡാമേജ് ആകുന്ന അടുത്തൊരു ടിപ്പ് മാറ്റി വെക്കേണ്ടി വരും. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ടിപ്പിന്റെ വില വളരെ കൂടുതലാണ്. അപ്പൊ ടിപ്പ് ഡാമേജ് ആവും, സാമ്പിളും ഡാമേജ് ആവും. അപ്പൊ അങ്ങനെ വരാം. മറ്റൊരു മോഡ് ഉണ്ട്, കോൺടാക്ട് മോഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ടിപ്പ് ഈസ് ഡ്രാഗ്ഡ് അക്രോസ് ദി സർഫസ് ഓഫ് സാമ്പിൾ. സാമ്പിളിന്റെ പുറത്ത് കൂടി ടിപ്പ് ഡ്രാഗ് ചെയ്ത് പോകണം. അപ്പൊ സാമ്പിൾ ഡാമേജ് ആവും, ടിപ്പും ഡാമേജ് ആവും. മറ്റൊരു മോഡ് ടാപ്പിംഗ് മോഡ് എന്ന് പറയും, അതിന്റെ ഇന്റർമീഡിയറ്റ് മോഡ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ടിപ്പ് സാമ്പിൾ ആയിട്ട് കോണ്ടാക്ട് വരും. അതിങ്ങനെ ടാപ്പ് ചെയ്യും, പിന്നെ പോകും, പിന്നെ ടാപ്പ് ചെയ്യും, പിന്നെ പോകും. അതെങ്ങനെ അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ മോഷൻ. അപ്പോൾ നമ്മുടെ ടിപ്പിന് ഉണ്ടാവും. ടാപ്പ് ചെയ്ത് പൊങ്ങും, പിന്നെ ടാപ്പ് ചെയ്ത് പിന്നെ പോകും, കുറച്ച് നീങ്ങി പിന്നെ ടാപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഡ്രാഗ് ചെയ്തല്ല പോകുന്നത്, ടാപ്പിംഗ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അധികം ടിപ്പിനും സർഫസിനും പ്രശ്നമല്ല, പക്ഷെ എന്നാലും ഇടയ്ക്ക് ടച്ച് ചെയ്യുന്നുണ്ട് സാമ്പിളിന്റെ പുറത്ത്. അതാണ് ടാപ്പിംഗ് മോഡ് എന്ന് പറയുന്നത്. ഒരു ഓസിലേഷൻ, നമ്മൾ ടിപ്പിങ് ഓസിലേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അതിന്റെ സർഫസ് എങ്ങനെയാണെന്ന് നമുക്ക് അത് മോർഫ് സ്കാൻ ചെയ്ത് വരും. ഇനി ഒരു നോൺ കോണ്ടാക്ട് മോഡ് ഉണ്ട്. അത് ടിപ്പ് ഒരിക്കലും STM പോലെയാണ്, ടിപ്പ് ഒരിക്കലും സർഫസ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ല. പക്ഷെ അവിടെ ടണലിംഗ് കറണ്ട് അല്ല ഉപയോഗിക്കുന്നത്. ഇത് അതിന്റെ ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് അത് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കും. ആ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് അത് ആക്ച്വലി നോൺ കോണ്ടാക്ട് മോഡിൽ സർഫസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. നോൺ കോണ്ടാക്ട് മോഡിന്റെ അഡ്വാൻറ്റേജ് ഇതാണ്, ഡസ് നോട്ട് സഫർ ഫ്രോം ടിപ്പ് ഓർ സാമ്പിൾ ഡീഗ്രഡേഷൻ. ടിപ്പോ സാമ്പിളോ ഡിഗ്രേഡ് ചെയ്ത് പോകുന്നില്ല. അതാണ് നോൺ കോണ്ടാക്ട് മോഡിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ 3 മോഡിൽ നമുക്ക് ആക്ച്വലി AFM നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കോണ്ടാക്ട് മോഡ്, നോൺ കോണ്ടാക്ട് അല്ലെങ്കിൽ ടാപ്പിംഗ് മോഡ് ഉണ്ട്, പിന്നെ നോൺ കോണ്ടാക്ട് മോഡ്. ഇതാണ് അതിന്റെ കാർട്ടൂൺ റെപ്രസെന്റേഷൻ. കോണ്ടാക്ട് മോഡ് ഇതാണ്, ടിപ്പ് സർഫസ് മോളിക്യൂളിൽ ഡ്രാഗ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് സാമ്പിളിന് കേടുപാട് സംഭവിക്കാം, ടിപ്പിനും കേടുപാട് സംഭവിക്കാം. പിന്നെ നോൺ കോണ്ടാക്ട് മോഡ് കണ്ടോ, ടിപ്പ് ഒരിക്കലും സാമ്പിൾ ആയിട്ട് ടച്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ സാമ്പിളുടെ ഈ മോർഫോളജി അനുസരിച്ച് ഈ ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ടിപ്പും സാമ്പിൾ നമ്മുടെ ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അത് നമ്മുടെ ലേസർ ലൈറ്റ്, നമ്മുടെ ഈ സെൻസർ അത് സെൻസ് ചെയ്തിട്ട് ഫോട്ടോ ഡയോഡ് അത് സെൻസ് ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി വരും. അതായത് ഇവിടെ ഒരു കുന്നു പോലെ വന്ന ഒരു ഹമ്പ് പോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ടിപ്പ് കുറച്ച് പൊങ്ങും, എന്നിട്ട് ഈ ഫോട്ടോ ഡയോഡ് സെൻസ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഒരു കുഴി പോലെ വരുമ്പോൾ ടിപ്പ് വീണ്ടും താഴും. അതായത് ഈ ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആവും. അപ്പൊ കുഴി വരുമ്പോൾ ഇതൊന്ന് താഴും, ആ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടി. ഒരു കയറ്റം പോലെ വരുമ്പോൾ അതൊന്ന് പൊങ്ങും, അപ്പോഴും ആ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ the tip never comes in contact with the surface, sample surface. It just moves over the surface, keeping the distance constant. That is the distance between the tip and the sample constant. Tapping mode അങ്ങനെയല്ല, ഇന്റർമീഡിയറ്റ് ഒരു റെസൊണൻസ്, ഒരു ഫ്രീക്വൻസിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഓസിലേറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആക്ച്വലി കോണ്ടാക്ട് മോഡിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ പ്രശ്നം ഇതാണ്, ടിപ്പും സാമ്പിളും ഡാമേജ് ആവും. നോൺ കോണ്ടാക്ട് മോഡിൽ അത്രയും ഡീറ്റെയിൽഡ് കിട്ടില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് പോകണില്ല. ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെ എപ്പോഴും ടിപ്പ് സാമ്പിളിനെ ടച്ച് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻ ആക്ച്വലി കോണ്ടാക്ട് മോഡിലാണ് കിട്ടുന്നത്. പക്ഷെ നോൺ കോണ്ടാക്ട് മോഡിന്റെ അഡ്വാൻറ്റേജ് അതാണ്, സാമ്പിളും ഇവിടെയും അത് ഡിഗ്രേഡ് ചെയ്യില്ല, ടിപ്പും റിസോൾവ് ആയി. അപ്പൊ ഇതിന്റെ രണ്ടും കൂടി ഇടയ്ക്കുള്ള ഒരു പ്രശ്നം ഇതാണ് ടാപ്പിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ട് ടിപ്പ് ഇങ്ങനെ സാമ്പിളിനെ ടച്ച് ചെയ്യും. അപ്പൊ അധികം ഡാമേജ് സാമ്പിളിനും ടിപ്പിനും വരില്ല. കോണ്ടാക്ട് മോഡിന്റെ അത്രയും ഡാമേജ് വരില്ല, എന്നാലും ഡാമേജ് വരാൻ സാധ്യതയുണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യുന്നുണ്ടല്ലോ, ടച്ച് ചെയ്ത് പോവാം. അതാണ് 3 മോഡ് AFMന്റെ, അത് ഓർത്തിരിക്കുക. കോണ്ടാക്ട് മോഡ് ഉണ്ട്, നോൺ കോണ്ടാക്ട് മോഡ്, ടാപ്പിംഗ് മോഡ്, ഇതിന്റെ 3 മോഡ്സ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ആറ്റംസ് അറ്റ് എ സർഫസ്, ഇവാലുവേഷൻ ഓഫ് ഇന്ററാക്ഷൻ. ഒരു ആറ്റമിലുള്ള സർഫസിലുള്ള ആറ്റംസിനെ കുറിച്ച് പഠിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് കണ്ട ഓരോ ഷേപ്പ്, ബ്യൂട്ടിഫുൾ ഷേപ്സ് സർഫസ് നമുക്ക് ഇതേപോലെ നമുക്ക് കിട്ടും. Then evaluation of interaction between a specific atom and a neighboring atom, study of changes in physical properties arising from changes in atomic arrangement, study the structure and mechanical properties of protein complexes and assemblies, distinguish cancer cells from normal cells based on hardness of the cell. സെല്ലിന്റെ ഹാർഡ്നെസ് വെച്ച് നമുക്ക് ക്യാൻസർ സെൽസ് ഏതാണ്, നോർമൽ സെൽസ് ഏതാണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. സ്ട്രക്ചർ, മെക്കാനിക്കൽ പ്രോപ്പർട്ടി, പ്രോട്ടീൻ കോംപ്ലക്സിന്റെ സ്ട്രക്ചറും അതിന്റെ സെൽഫ് അസംബ്ലിയെ കുറിച്ച് പഠിക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അറൈസിംഗ് ഫ്രം ചേഞ്ചസ് ഇൻ ആറ്റോമിക് അറേഞ്ച്മെന്റ്, ആറ്റത്തിന്റെ അറേഞ്ച്മെന്റിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണം ഉണ്ടാവുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പല ടൈപ്പ്
ഇത് നമുക്ക് ഇന്ററാക്ഷൻസ് നെയ്ബറിംഗ് ആറ്റവും ഒരു പർട്ടിക്കുലർ ആറ്റം നമ്മൾ ഇന്ററാക്ഷൻ ഈ ഹൈഡ്രജൻ ബോണ്ട് പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ററാക്ഷൻ വരുന്ന കാരണം ഇതിൽ ഒരു മോളിക്യൂൾ ഇത് മറ്റൊരു മോളിക്യൂൾ പക്ഷേ ഇത് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്ന കാരണം ഒരു ഇന്ററാക്ഷൻ ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആക്ച്വലി നമുക്ക് ഇമേജ് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടൊക്കെ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മൈക്രോസ്കോപ്പിക് ടെക്നിക്സ്. ഇത് ഞാൻ ഈ 4 ടെക്നിക്സ് ആണ് നിങ്ങൾക്ക് സിലബസിൽ ഉള്ളത്. സെമ്മും ടെമ്മും STM ആൻഡ് AFM. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പിന്നെ മൈക്രോസ്കോപ്പിക് ടെക്നിക്സിന്റെ ജനറൽ ആയിട്ട് കാര്യങ്ങൾ, അതിന്റെ റെസൊല്യൂഷൻ കാര്യങ്ങളും, പിന്നെ അതിന്റെ ഒരു അനറ്റോമി, മൈക്രോസ്കോപ്പിന്റെ അറേഞ്ച്മെന്റ്, എന്തൊക്കെയാണ് അതിന്റെ പാർട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പല ടൈപ്പ് മൈക്രോസ്കോപ്പിക് ടെക്നിക്സും പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 4 ടെക്നിക്സും നമ്മൾ പറഞ്ഞു. ഞാനത് ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാരണം ഞാനത് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ വർക്കിംഗ്. ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. So that's about this for microscopic techniques. Okay, so we can wrap up today's class with this. Okay, so thank you.